മണിയാ വൈകുന്നേരം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില് പിള്ളേരെയൊക്കെ കൊണ്ട് നമ്മൾ ഭക്ഷണം പോലും കഴിക്കാതെ പോയിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ആള് പറയണ അല്ല 2 മണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്ക് നല്ല 2 മണിക്ക് ഡോക്ടർ വരുന്നതാണ് തുടങ്ങുമ്പോ ഇത്ര സമയം. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ചേട്ടാ എത്ര നേരം നിങ്ങൾക്ക് ധൃതി ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ വന്നോളെ. ഞാൻ പറഞ്ഞേ അതിനാണോ ഞങ്ങൾ ഇന്ന് വന്നേക്കണേ. ഞാനും ഇപ്പൊ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് എന്നിട്ട് പറയാ സോറി അവർക്ക് അത്രയല്ല പറയാനുള്ളൂ. പോകുമ്പോ നമുക്ക് പോയി നമ്മൾ അത്രയും സ്നേഹിച്ച് വളർത്തിയ ഇത് പോകുമ്പോ നമുക്ക് ഒരാള് പോയ പോലെ തന്നെയാണ് നമ്മൾ. ഹലോ ഗൈസ്, വെൽക്കം ടു താടിയും പൊട്ടും. ഓ അതാണോ ഇത് നമ്മളോട് പറയാ സ്കാൻ ചെയ്യാൻ ഒരുപാട് സമയമൊന്നും ആൾക്കറിയാം. സ്കാൻ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ എക്സ്റേ എടുത്തോളാം. സ്കാൻ ചെയ്യാൻ വേണ്ടി ഷേവ് വരെ ചെയ്തു. ഇവിടുത്തെ ഇത്രയും ഭാഗം ഡോഗിന്റെ ഇത്രയും ഭാഗം ഷേവ് ചെയ്തിട്ട് അപ്പോ നമ്മള് എന്താ പറയാ വേറെ ഒരു കണ്ടന്റ് ബേസ്ഡ് വ്ളോഗോ ഫാമിലി വ്ളോഗോ ഒന്നുമല്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാണ്ട് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് നേരിട്ടുണ്ടായ അനുഭവവും നേരിട്ട് നമ്മൾ അവിടെ കണ്ട കാര്യങ്ങളും നമുക്ക് ഒപ്പം ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകൾക്ക് അവിടെ ഉണ്ടായ അനുഭവങ്ങളും അവരുടെ അനുഭവങ്ങളും ഒക്കെയാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പറയാണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഒരു യൂട്യൂബറായിട്ടോ ഒരു ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടോ അല്ല. നിങ്ങൾക്കറിയാം നമ്മൾ സാധാരണക്കാരനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് താടിയും പൊട്ടും ഒരു കണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കുന്നവരല്ല എന്ന് നിങ്ങൾക്കറിയാം. വെറുതെ ചരപരാന്ന് വീഡിയോസ് ഇടുന്ന ആൾക്കാരല്ല വ്ളോഗ്സ്. അപ്പൊ ഇതൊരു സാധാരണക്കാരന്റെ സൈഡിൽ നിന്ന് സാധാരണക്കാരായി അവർക്ക് വേണ്ടി മാത്രം. ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അങ്ങനെയാണല്ലോ. നമ്മള് ഈ വീഡിയോ ചെയ്യുമ്പോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോ ഞങ്ങള് ഒരു വ്ളോഗ് എടുക്കണം മൈൻഡോ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടോ ഒരു ഉപകരണോ ഒന്നും ഇല്ലാണ്ടാണ് നമ്മള് ക്യാമറ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോയിട്ടില്ല. നമ്മളെ പേഴ്സണൽ ആയിട്ട് നമ്മുടെ പെറ്റിനെയും കൊണ്ട് പോയതാണ്. അപ്പൊ ഒരു അവിടെ കുറെ കഴിഞ്ഞപ്പോ ഉണ്ടായ ചില കാര്യങ്ങൾ നമുക്ക് ചുറ്റും പെറ്റുമായി വന്ന ആളുകൾക്ക് ഉണ്ടായ ദുരനുഭവങ്ങൾ എന്ന് തന്നെ പറയണം. അപ്പൊ ഇത് ആരോഗ്യമന്ത്രി അടക്കം വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണ ചിലപ്പോൾ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് എത്തിപ്പെടില്ല. അതുകൊണ്ടാണ് നമ്മളോട് ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ അത് എത്തിക്കണം. അതിന് വേണ്ട നടപടികളിൽ വേണം. ഇനി ഇങ്ങനെ ഒരു എന്താ പറയുക ഒന്നും ആർക്കും ഒരു പറ്റിനെ കൊണ്ടുവരണ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് കേൾക്കുമ്പോ തന്നെ വെറ്റിനറി ഹോസ്പിറ്റൽ എന്ന് കേൾക്കുമ്പോ തന്നെ ആ സ്ഥലം കൂടി ഒന്ന് പറഞ്ഞു. നമ്മുടെ കുടപ്പനകുന്നുള്ളതാണ് മൾട്ടി സ്പെഷ്യാലിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ. ഗവൺമെന്റിന്റെ കെട്ടിടാണ് ഇതൊക്കെ. അപ്പൊ നിങ്ങള് ആദ്യം ഇപ്പൊ ഞങ്ങള് ഈ പറയണ വീഡിയോ ഞങ്ങൾക്ക് തുടരാം. അതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ മറ്റു ഭാഗങ്ങളൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് എന്നിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. എൻ്റെ പേരെന്താടാ? ടൂഡി പ്രഗ്നൻ്റ് ആണ് ഗൈസ്. എത്ര മാസമായി? ഡെലിവറി ടൈമായി. അപ്പം ആള് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല പെയിനൊക്കെ എടുക്കുന്നുണ്ടാവും. അവൻ അങ്ങനെ കരഞ്ഞു ആവശ്യകാലമായി. നിങ്ങൾ എത്ര മണിക്ക് വന്നേ? 11:30. ഇപ്പം സമയം 5 മണി. ഇതുവരെ സ്കാനിങ്ങിന് എടുത്തിട്ട് ഇരുന്ന കേട്ടോ. ഇവിടെയാണ് സ്കാൻ ചെയ്യണേ. ഡോക്ടർ 2 മണിക്ക് വരുന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ ഇത്രയും സമയമായിട്ട് ഡോക്ടർ വന്നിട്ടില്ല. ഇതും നമ്മുടെ പോലെ ജീവി തന്നെയാണ്. നമ്മുടെ പോലെ ഇതും പ്രാണവായു ഒക്കെ എടുത്തിട്ട് തന്നെ ഇരിക്കണേ. അപ്പോൾ അതിന് നല്ല സങ്കടമുണ്ട്. അതിന് വയ്യ തീരെ. ഒരുപാട് ഡോഗ്സ് ഇതേപോലെ വയ്യാണ്ടിരിക്കുന്നുണ്ട്. നോക്കാനായിട്ട് ആളില്ല. അവരോട് പറഞ്ഞപ്പോൾ അവർ പറയണ മുഖ്യമന്ത്രിക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനൊക്കെയാണ്. ഒരാളെ നാട്ടിൽ ഇവൻ ഫുഡ് കഴിക്കണില്ല അല്ലേ? ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷെ ദഹിക്കുന്നില്ല. ആണ്ടാ ഇവൻ്റെ പോലെ നോക്കി വയ്യ. ഇതിന് സ്കാൻ ചെയ്യണമെന്നാണ്. ഇതിനും വയ്യ. ഇതിന് നോക്കണ വരെയില്ല ആരും കൂടെ. എത്ര നേരം നിങ്ങൾ വന്നിട്ട്? 11 മണിക്ക് വന്നതാണ്. ഇപ്പോഴും 4 മണി 5 മണി ആവാറായി. എന്നിട്ട്
കാണിച്ചുള്ളൂ. നമുക്ക് നോക്കടാ ചിന്ത നോക്കണം. അതെ, ഇവിടെ ആകെ ഒരുപാട് പെറ്റ്സിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞതും ഒരുപാട് പെറ്റ്സിനെ കൊണ്ടുവരുമ്പോൾ അത്രയും അതിനെ നോക്കാനുള്ള ഡോക്ടേഴ്സ് വേണം. അല്ലാതെ ആകെ 2 ഡോക്ടറുള്ളൂ, അവരിത്രയും നോക്കുന്നില്ലേ എന്ന് നമ്മളോട് തിരിച്ച് മറുപടി പറയണതിൽ എല്ലാ കാര്യം. കാരണം ഇതൊരു ക്ലിനിക്കല്ല. ഒരു ക്ലിനിക്കിൽ പോലും 2 3 നഴ്സുമാരും 3 4 ഡോക്ടർമാരുണ്ടോ. അപ്പോൾ പിന്നെ ഇത്രയും വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ആകെ ഒരു ഡോക്ടർ മുകളിൽ കാഷ്വാലിറ്റിയിലും അങ്ങേര് ഓടും. ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരാൾ, മറ്റേ സ്കാനിങ്ങിന് ഒരാൾ, എല്ലാവർക്കും ഡോക്ടർ കറക്റ്റ് 4:45 ആൾക്കാർ പോകും. 4:45 കറക്റ്റ് ആകുമ്പോഴേക്കും ലോക്ക് ചെയ്തിട്ട് ഓരോ സെക്ഷനുകാർ വരെ പോവാണ്. കാരണം 5 മണി വരെ ഡ്യൂട്ടി സെക്ഷൻ. ഹായ്, നീ എവിടെ നിന്ന് വരണേ? നെയ്യാറ്റിൻകര. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 19 കിലോമീറ്റർ. ഇവനെന്താ പറ്റിയേ? 1 മാസത്തോളം നെയ്യാറ്റിൻകര കാണിച്ചു. ഇവൻ വയ്യ, അവനക്ക് എടുക്കാട്ടോ. ഇവൻ എനിട്ടില്ല ഇതുവരെ. എത്ര മണിക്ക് വന്നാൽ നിങ്ങൾ? രാവിലെ 9 മണിയായപ്പോഴത്തേക്ക് അഞ്ച് ഇങ്ങോട്ട് വന്നു. ഇതുവരെ നോക്കിയിട്ടില്ലല്ലോ. സ്കാനിങ് ആണ് അല്ലേ? അതൊക്കെ ഇതൊക്കെ ഒരു ജീവൻ തന്നെയാണ്. വയ്യേനി. ഹായ്, നിങ്ങൾ എത്ര മണിക്ക് വന്നേ? 10-11 മണിക്ക് വന്നത്. നിങ്ങളുടെ ക്യാറ്റാണ്. അതെന്താ അസുഖം വന്നേ? യൂട്രസിൽ ബസ്സിൽ സ്കാൻ ചെയ്യണം. എത്ര കുറേ നേരമായില്ലേ ഇപ്പം ഇരിക്കുന്നു? 2-3 ഇപ്പോൾ 11 മണിക്കല്ലേ വന്നേ? 6 മണിയായി. ഡോക്ടറില്ല, ഡോക്ടേഴ്സ് ഇല്ല. ആകെ ഒരു ഡോക്ടർ. ആ ഡോക്ടറിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടി സ്പെഷ്യാലിറ്റി. നോട്ടെ തുറന്നാണോ? നോട്ടെ. ഇവനാണ് ആള്. എനിക്ക് വേറെ നല്ല ഇവരെന്തായാലും ഉഷാറായെന്ന് അറിയാനും ഉഷാറായിട്ട് കാണാൻ ഉഷാറായിട്ടുള്ള വീഡിയോ അയച്ചാൽ റെഡിയാവട്ടെ. ശരിയോ? എൻ്റെ കണ്ണാണ്ട് ചിമ്പ് നോക്കണം വലിയ. എൻ്റെ ഉമ്മ കിടക്കന്നെയാണല്ലേ? വീട്ടിലോടുന്നാണ്. അതൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ ഭക്ഷണം വന്നിട്ട് ഞാനിങ്ങനെ മറ്റേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പപ്പയെ അതിങ്ങനെ സംസാരിച്ചത് പുള്ളിയുടെ. അപ്പോൾ പപ്പയായിട്ട് തരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കണ്ട, ഞങ്ങൾ അങ്ങോട്ട് തരുന്ന കാര്യങ്ങൾ കേട്ടാൽ എന്നിട്ട് ടെസ്റ്റിന് വേണ്ടി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വിട്ടതാണ്. അവിടെ ചെന്നപ്പോൾ അവരായി തരുന്ന കെയർ കണ്ടിട്ട് ഞാൻ തന്നെ അന്തം വിട്ടുപോയി. ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ ഇവിടെ നോക്കിക്കോളാൻ പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ അവരതിൻ്റെ രീതികളെല്ലാം ചെയ്തിട്ട് 1 മാസത്തിനുള്ളിൽ മൊത്തം ക്ലിയറായി. പ്രൈവറ്റിൽ 5000 രൂപ മുടങ്ങി. എന്റെ 4 പട്ടി ചത്തുമായിരിക്കും. അത് കാരണം കൊണ്ട് അവിടെ കാണിച്ചത്. ഗൈസ്, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണണ്ട. ഇത് എന്ത് മറ്റോടത്തെ പരിപാടികളാണ് ഈ സർക്കാർ ഈ
കാണിച്ചു വയ്ക്കണത്. കാരണം ഇതേപോലെ പെറ്റ് എന്ന് പറയുന്നത് സ്നേഹിക്കുന്ന ആൾക്കാർ ഉണ്ട്, ഇതേപോലെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ, ഇതേപോലെ പെറ്റിനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഇത്രയും, ഞാനൊക്കെ ഒരു 3 ദിവസം ഇവരെയും കൊണ്ട് നടക്കുന്നത്. ഏത് സ്ഥലത്തേക്ക് ചെന്നാലും അവിടെ നിന്ന് ഡോക്ടർമാരില്ല, ഡോക്ടർ ലീവ്, കാലത്ത് അവർ കാലത്ത് വന്ന് ഒപ്പിട്ടിട്ട് പോവാണോ എന്താണോ നമുക്കറിയില്ല, എന്ന് പോയാലും ലീവാണ്. അവിടെ നേഴ്സ് ഉണ്ടാവും. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോക്ടർ, ഇത്രയും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ 10,000 ഡോഗ്സും 10,000 കാറ്റ്സും ഇതിനൊക്കെ നോക്കാനായിട്ട് ഒരാൾ. ഇത് എന്തെന്ന് വയ്യാണ്ട് ഇത് ചത്താൽ പോലും ഇതിന്ന് ആരും ഒന്നും പറയാനും നിൽക്കില്ല, നോക്കാനും നിൽക്കില്ല. ഓക്കെ ബൈ ബൈ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് വിടും. ഇത് നമുക്കിത് വരണോണ്ടല്ല, ഇതേപോലെ നിൽക്കണോണ്ടല്ല പ്രശ്നം. നോക്കണില്ല, വയ്യാണ്ട് കിടന്നാൽ പോലും നോക്കില്ല. ഇതൊരു മനുഷ്യൻ്റെ പോലെ തന്നെ ഒരു ജീവനുള്ള ഒരു പ്രാണം തന്നെ. ഇത് എന്താ ഇങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറയണം മുഖ്യമന്ത്രി കേസ് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി കേസ് കൊടുക്കുക. ഇവിടെ കൊണ്ടുപോയി കേസ് കൊടുത്താലും അങ്ങനെയൊക്കെ നിങ്ങളുടെ പരാതിക്കാണുള്ള പവർ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ, എന്ത് തോന്നി നിങ്ങൾക്ക്? നമ്മളൊരു സാധാരണ പോലെ നമ്മുടെ പെറ്റിനെയും കൊണ്ട് നമ്മൾ അവിടെ പോയതാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം, നമ്മൾ സാധാരണ പോവുകയാണെങ്കിൽ നമ്മളെ വീഡിയോൻ്റെ ഇൻട്രോ ഒക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ എന്തിനു പോകണു, ഏത് വീഡിയോ എന്നൊക്കെ പറയണം. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ സാധാരണ എടുക്കാറുള്ള ജിമ്പിലോ ക്യാമറ കാര്യങ്ങളോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ വീഡിയോസ് എടുത്തിട്ടുമില്ല. നോർമലി പോയി നമ്മളും അവിടേക്ക് റെഫർ ചെയ്ത പ്രകാരം പോയതാണ്. നിങ്ങൾ ആദ്യം ആലോചിക്കണം, നമ്മളെയും നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ്, അല്ലെ? നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ അതിനാണല്ലോ വോട്ട് ചെയ്തിട്ടും എല്ലാതും ചെയ്തു. നമ്മൾ വോട്ട് ചെയ്ത് അവരവിടെ എത്തിച്ചു. നമ്മൾ കുടിക്കുന്ന ഒരു ചായക്ക് വരെ GST അടിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് നമുക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണ്ടിയാണ് ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അതെന്തോ ആവട്ടെ എല്ലാം, സ്പെഷ്യലി ഹോസ്പിറ്റൽസ്. ഇപ്പൊ എല്ലാവരും പറയണ ഒരു കാര്യം എന്നിട്ട് ഗവൺമെന്റ് സ്ഥാപനത്തെയാണോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടുക്കൂട്ടാ. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് വയ്യാണ്ടാവും. അവർക്ക് ഒരു ഒപ്പ് കിട്ടണമെങ്കിൽ കുറെ സെയിം അവസ്ഥയാണ്. ഇത് എല്ലായിടത്തും കേൾക്കുന്ന കാര്യമാണെങ്കിലും നമ്മൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ഞങ്ങൾക്ക് പേഴ്സണലി ഗവൺമെന്റിൽ പോകണം. ഗവൺമെന്റിൽ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല നല്ല ട്രീറ്റ്മെന്റ്, നല്ല നല്ല കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഞങ്ങൾ പേഴ്സണലി പറയാറുള്ള ആളുകളാണ്. നിങ്ങൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പൊ കിംസ് അല്ലെങ്കിൽ അങ്ങനെ ഓരോ വലിയ വലിയ ഹോസ്പിറ്റലുകൾ എന്ന് പറയുമ്പോൾ അവിടെ വലിയ വലിയ ഉപകരണങ്ങൾ, ഇതേ സെയിം ഉപകരണങ്ങളൊക്കെ നമ്മുടെ ഗവൺമെന്റിലുണ്ട്. ഈ പറയുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. ആ ഉപകരണങ്ങൾ നമുക്ക് വേണ്ടിയിട്ടാണ് അത് അവിടെ മേടിച്ച് സർക്കാർ വെച്ചേക്കണേ. സർക്കാർ അല്ലാണ്ട് അവിടെ ഇരിക്കുന്ന വായ തോന്നിയത് പറയുന്ന ആളുകളുടെ അവരുടെ വർത്താനം കേട്ടാ, വീഡിയോയിൽ കണ്ട ആ ചേട്ടൻ പറയുന്നത് കേട്ടാ തോന്നും അങ്ങേരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടാക്കിയ ഹോസ്പിറ്റലുമാണ്, നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ള വർത്താനം ആള് പറയണേ. ഇത് ആരുടെയും പൊതുസ്വത്വമല്ല. നമ്മൾ വോട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയാണ് ഈ ഗവൺമെന്റ് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ നമ്മുടെ മൃഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജീവനെ പോലെ തന്നെ മൃഗങ്ങളെ കാണുന്നത് കൊണ്ടാണല്ലോ അവർക്ക് വേണ്ടി ഒരു വെറ്റിനറി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാക്കി. അവിടെ വരുന്ന ഓരോരുത്തരും അവരുടെ പെറ്റിനെ അത്രയും സ്നേഹിക്കുന്ന മക്കളെ പോലെ. ഇപ്പൊ ഞങ്ങൾ സ്നേഹിക്കുന്ന പോലെ തന്നെ അവരുടെ അത് പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും തത്തയാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് മൃഗമാണെങ്കിലും അതുപോലെ ആയിട്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ പെറ്റ്സിന് വേണ്ടിയിട്ട് ഈ മൃഗങ്ങൾക്ക് വേണ്ടി ഇത്രയും പൈസ ഇത്രയും വലിയൊരു ബിൽഡിംഗ് 2 നില 3 നിലയുണ്ട്, അതിനുള്ളിൽ ഇത്രയും എക്യുപ്മെന്റ്സ്, ഇത്രയും സൗകര്യങ്ങള് എല്ലാം ഉണ്ട്. ഇല്ലാത്തത് എന്താ? ഡോക്ടർ ഇല്ല. ഒരു ഡോക്ടർ ഉണ്ട്, ഷോ കളിക്കുന്ന ഫസ്റ്റ് ഒരു കാര്യം പറയട്ടെ, ആ ഡോക്ടറെ ഞങ്ങൾ നമിച്ചിരിക്കുന്നു സാർ. ഞങ്ങള് ആരുടെ പേര് ഇതിലൊന്നും പറയാൻ, എല്ലാവരുടെ പേര് നമുക്കറിയാം, നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആരുടെ പേര് ഇതിൽ പറയാനോ ഒന്നും, കാരണം നമുക്ക് പേഴ്സണലി ആരോടും ഒരു ദേഷ്യം ഒന്നുമില്ല. പക്ഷെ ഇത് എന്താ പറയാ, അത് പ്രത്യേകിച്ച് അവിടുത്തെ ആ ചേട്ടൻ, ആ പുള്ളി അവിടുത്തെ റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരാളാണ്, കമ്പൗണ്ടറോ ആരൊക്കെ, പക്ഷെ ആരായാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ആളാണ് അവിടെ ഏറ്റവും അധികം വളരെ മോശമായ രീതിയിൽ പെരുമാറിയതും കാര്യങ്ങളും ഒക്കെ. ഇതില് നമ്മളുടെ ഡോഗിന് വേണ്ടി പോലും അവിടെ സംസാരിച്ചിട്ടില്ല. നമ്മൾ നോക്കുമ്പോ കണ്ടില്ല, ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. നമ്മുടെ പോലെ തന്നെയാണ്, അതൊരു ജീവനാണ്. അവിടെ അവർക്കും വേദന അനുഭവിക്കുന്നുണ്ട്. അവരും ഈ പൂച്ചയല്ലേ, പട്ടിയല്ലേ, കോഴിയല്ലേ, കൊക്കല്ലേ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അതിനു വേണ്ടിട്ടല്ലല്ലോ ഇത്രയും വലിയ സ്ഥാപനം. അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രത്യേകിച്ച് ഈ ചേട്ടനെ സംബന്ധിച്ച്
ആ വരുന്നത് ഒരുപാട് പേരിൽ ഓരോ മൃഗങ്ങളായിരിക്കും. ഒരു ഡോഗ് അല്ലെങ്കിൽ ഒരു ക്യാറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനിമൽ. നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാമായി കുഞ്ഞുപോലെ വളർത്തുന്ന ജീവികളാണ്. അവർക്ക് ഒരെണ്ണത്തിന് മരണം സംഭവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നതുകൊണ്ടോ അവർക്കൊന്നുമില്ല. അവർ ഡെയിലി ഒരുപാട് കാണുന്നതാണ്. നമ്മളങ്ങനെയല്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് വളരെ ദൂരെ പോലും അവിടെ വന്നിട്ടുള്ള നിങ്ങൾ കണ്ടില്ല ഡോബർമാൻ അതിലുള്ള ഡോഗ് അവര് വന്നിട്ടുള്ളത് 20-25 കിലോമീറ്റർ റഫറിങ് കിട്ടിയിട്ട് വന്നിട്ടുള്ള അതും ആ ഡോഗ് ഒട്ടും വയ്യ അവശനായി. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അത് തളർന്നു വീണു. നമുക്ക് അതും കൂടി കണ്ടപ്പോ ആകെ വിഷമായി. അതിന് തൊട്ട് മുന്നേ വേറൊരു ഡോഗിന് 3 മാസമായിട്ട് വയ്യാത്തത് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ പാപ്പി. അതിന് ഇങ്ങനെ നമ്മള് കഴിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഡൈജഷൻ കറക്റ്റ്. ഈ 2 ഡോഗാണ് വളരെ അത്യാസന നിലയിൽ അവിടെ. അതുപോലെ ടൂഡിന് വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രഗ്നന്റ് ആണ്. അതിന്റെ ഡെലിവറി സമയമായിട്ടും ഡേറ്റ് ആയിട്ടും ഡെലിവറി ആയില്ല. അപ്പൊ ഇവർക്ക് ടെൻഷനായി. ബേബിക്ക് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ, ചിലപ്പോ ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിന് പെയിൻ വന്നിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്താ നമ്മൾ പറയും, ഇത് ഇത്രയും കണ്ടിട്ട് നമ്മളുടെ ഡോഗിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല. ആദ്യം നിങ്ങൾക്ക് ഇത് മനസ്സിലായത് ഇത്രയും വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പൊ ആളുകൾ വിചാരിക്കുന്നത് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവും. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പേര് വലുത്, ബിൽഡിംഗ് വലുത്, ഭയങ്കര സംഭവങ്ങള്. പക്ഷെ ഒരൊറ്റ ഡോക്ടറേ ഉള്ളൂ. അങ്ങനെ സഹായിക്കാൻ 2 അസിസ്റ്റന്റോ അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സ്, കുറച്ച് നഴ്സുമാര്, അവരൊക്കെ പറയും. പക്ഷെ എല്ലാത്തിനും ഈ ഡോക്ടറേ ഉള്ളൂ. ഈ ഡോക്ടർ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ. അവിടുന്ന് ഓടണം കാഷ്വാലിറ്റിക്ക്, അവിടുന്ന് ഓടുന്നു സ്കാൻ ചെയ്യാൻ, അവിടുന്ന് ഓടുന്നു ജൂനിയേഴ്സിന് മറുപടി കൊടുക്കാൻ, അവിടുന്ന് ഓടുന്നു ജൂനിയേഴ്സിന്റെ ഡൗട്ട്സ് മാറ്റാൻ, OP എടുക്കാൻ, മെഡിസിൻസ് പറഞ്ഞു കൊടുക്കാൻ, പിന്നെ മരുന്ന് മുന്നേ ചെയ്തവർക്ക് എന്തെങ്കിലും വേറെ റിയാക്ഷൻ വന്നാൽ അതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ഓടി വരുന്നത് അറ്റൻഡർമാര് വരുന്നത്, നഴ്സുമാര്. ശരിക്കും ഞങ്ങള് വീണ്ടും ആ ഡോക്ടറെ നമിക്കാണ് ഞങ്ങൾ. ഹാറ്റ്സ് ഓഫ് സാർ. കാരണം ആ സാറ് മരിച്ചു കൊണ്ടാണ് സ്കാനിങ്. അവിടെ ഒരു സ്കാൻ കഴിയുമ്പോ അത് കഴിഞ്ഞു അടുത്ത ഓപ്പറേഷൻ അപ്പുറത്തെ സൈഡ്. ഞങ്ങള് 1:45 കറക്റ്റ് അവിടെ എത്തി. അപ്പൊ നമ്മളുടെ അടുത്ത് പറഞ്ഞു 2 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഞങ്ങൾ ടോക്കൺ എടുത്തു. പിന്നെ അവിടെ സ്കാൻ ചെയ്യണമെന്നല്ലോ. സ്കാൻ ചെയ്യണതിന് നമ്മൾ സ്കാൻ ചെയ്യാനാണ് പോയത്. സ്കാൻ ചെയ്യാനായിട്ട് ഷേവ് ചെയ്യണം. അവിടെ ഷേവ് ചെയ്യാനായിട്ട് ഒരു തുണ്ട് ബ്ലേഡ് ഇല്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് അനങ്ങേനും ഇന്ത്യനൊക്കെ ടാക്സും GST എന്നൊക്കെ പറഞ്ഞ് എടുക്കണവർക്ക് 30 രൂപയുടെ ഒരു ബ്ലേഡ് മേടിക്കാനുള്ള ശേഷിയില്ല. പോട്ടെ, അത് വിട്ട് ഇനി നമ്മളിവിടെ വരുന്നവരോട് മുഴുവൻ ഫസ്റ്റ് തന്നെ പറയണ ബ്ലേഡ് മേടിക്കണം, സ്കാൻ ചെയ്യണം. മറ്റുള്ളടത്തൊന്നും സ്കാനിങ് ഇല്ല. ഇവിടെ സ്കാനിങ് ആണല്ലോ, മൾട്ടി സ്പെഷ്യാലിറ്റി ആണല്ലോ. അപ്പൊ അത് കാരണം സ്കാനിങ് കൂടുതലും വരുന്നത്. ബ്ലേഡ് നമ്മൾ പോയി മേടിച്ച് നമ്മൾ കൊടുക്കും. ഒരു പെട്ടി ബ്ലേഡ്, അതിലൊരു ബ്ലേഡ് ആണ് വെച്ചിട്ടാണ് നമ്മുടെ അനിമലിന് ചെയ്യുന്നത്. ബാക്കി അവരെടുത്ത് വെക്കുക. ബാക്കി വരുന്നവരൊക്കെ ഓരോ പെട്ടി മേടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി. അത് പിന്നെ എന്തെങ്കിലും ആട്ടോ, അതൊന്നും വിഷയമല്ല. പോട്ടെ, അതൊന്നും വിഷയമല്ല. അതുപോലെ അവിടെ സ്കാൻ ചെയ്യണതിനും പൈസ കൊടുക്കണം. സ്കാൻ ചെയ്യാനായിട്ട് ഞങ്ങൾ 300 അടച്ചു. അതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷേ ടൈം, അതായത് ഞങ്ങള് ഈ 1:45 എത്തുന്നതിന് മുന്നേ അവിടെ നമ്മുടെ പൂച്ചക്കുട്ടിയില്ലേ, അവരൊക്കെ നേരത്തെ വന്നു. അതിന് ഇതായിട്ട് വന്നു. ഞങ്ങൾ 7 മണി വൈകുന്നേരം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില് പിള്ളേരെയൊക്കെ കൊണ്ട് നമ്മൾ ഭക്ഷണം പോലും കഴിക്കാതെ പോയിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി. അപ്പൊ ഞങ്ങൾ 2 മണിക്ക് ഡോക്ടർ വന്ന് ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ, 2 മണി ആയി 2:30 3 മണി. നമ്മളപ്പോഴൊന്നും മിണ്ടിയില്ല. ഇനിയിപ്പോ തിരക്കോ അതൊക്കെ ഉണ്ട്. അപ്പൊ ഓക്കെ, നമ്മള് സെറ്റാണ്. അപ്പോഴാണ് ഈ പറയുന്ന ഈ പ്രഗ്നൻസി ആയിട്ടുള്ള ടൂടിക്ക് വയ്യാതെ പെയിൻ ആയിട്ട് അത് കരഞ്ഞുകൊണ്ടിരിക്കണത്. ചെയ്തപ്പോ അവരവരുടെ പറഞ്ഞു ഇത്രയും സമയമായി, വേഗം ഒരു ഷേവ് ചെയ്തിരുന്നു. അവിടെ കൊണ്ടുവരാൻ എല്ലാം നിങ്ങൾ ഷേവ് ചെയ്തിരുത്തുണ്ട്. വേഗം സ്കാൻ ചെയ്യാനാന്ന് പറഞ്ഞിട്ട് സ്കാനിങ് കഴിഞ്ഞ സമയം നിങ്ങൾക്ക് മനസ്സിലായി. 7 മണിയാവാറായിട്ട് ഞങ്ങൾ അപ്പൊ അതും ഓക്കെ. അത് കഴിഞ്ഞ് നെടുമങ്ങാടുന്ന് അവശനായിട്ട് അവിടെ വന്നിട്ട് തളർന്നു പോയ ഒരു ഡോളമാനും കൊണ്ട് നമുക്ക് അവരെ നെയ്യാറ്റിക്കര നെയ്യാറ്റിക്കര
അത്രയും കിലോമീറ്ററിൽ നിന്ന് അത്രയും ദൂരത്തു നിന്ന് അവന്റെ ആ ഒരു പെറ്റിനെയും കൊണ്ട് അത്രയും അവശനായിട്ട് അവിടെ വന്നപ്പോ തളർന്നു വീണു എന്നാ പറയണേ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മള് മനുഷ്യന്മാരെയാണ് ഒരു ഹോസ്പിറ്റലിലേക്ക് ഇതുപോലെ തളർന്ന്, അതുപോലെ മറ്റേ പട്ടി ചെറുത് പിന്നെ കൈ പിടിച്ചുകൊണ്ട് വന്നില്ലേ ഒരു ചെറുതിനെ 3 മാസമായിട്ട് ഡൈജഷൻ പാപ്പി, ആ രണ്ടും ഇവറ്റങ്ങളൊക്കെ തളർന്നിട്ടിരിക്കുമ്പോൾ നമ്മൾ മനുഷ്യന്മാരാണ് ടോക്കൺ എടുത്ത് ഒക്കെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ ഈ കാഷ്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഈ പെട്ടെന്ന് എമർജൻസിയിൽ നമ്മൾ തളർന്ന് കയറിപ്പോയാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ എന്തെങ്കിലും പറ്റി വന്നു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ എവിടെ ഇരിക്കി, ഇവിടെ ടോക്കൺ അനുസരിച്ചേ വിളിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഒരു മനുഷ്യൻ മരിക്കണവരോ അല്ലെങ്കിൽ ആ ഒരു ജീവി മരിക്കണവരോ ഇതാണോ ചെയ്യേണ്ടത്? അവര് അവരല്ല, ആ ചേട്ടൻ പിന്നിലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുന്നിൽ മറ്റുള്ള ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ വന്നുള്ള ആൾക്കാർ ചിലപ്പോ അലമ്പുണ്ടാക്കും. ഒരു അലമ്പ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിയില്ലേ? കാഷ്വാലിറ്റിയിൽ പോയിക്കൊണ്ട് എല്ലായിടത്തും ഈ ഡോക്ടർ കിടന്ന് ഓടി 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 അയാൾ മരിക്കാറായി. ആ സാറ് തന്നെ എല്ലായിടത്തും കിടന്ന് ഓടി കൊണ്ട് നടക്കുന്നത് നമ്മൾ കാണാം. അവരും പറയുന്നു ഞങ്ങൾ പോരുമ്പോഴും ഞങ്ങളെക്കാളും മുന്നെത്തിയവര് ആ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യും. എന്തിനാന്ന് ചോദിച്ചപ്പോ സ്കാനിങ് റിപ്പോർട്ട് പറയാൻ വേണ്ടി നിൽക്കണം. ആള് വന്നിട്ട് വേണം പറയാൻ. ആളവിടെ സ്കാൻ ചെയ്യുന്നിടത്ത് ഒരുപാട് സമയം ആ സ്കാനിങ് റൂമില് കേറി ജൂനിയർ ഡോക്ടേഴ്സ് ഓരോരോ മെഡിസിൻസ് വേറെ അവിടെ വന്ന അനിമൽസിന്റെ കാര്യങ്ങൾ ചോദിക്കാനും അല്ലെങ്കിൽ റിപ്പോർട്ട് പറയാനും പല പല കാര്യങ്ങൾക്ക് കേറി ഞങ്ങൾ അവിടെ ഇരുന്നപ്പോ ഈ 2Dയുടെ അടുത്തിരുന്ന അവരോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു നോക്കടാന്ന് പറഞ്ഞപ്പോ അവര് അല്ല ചേട്ടാ ഇങ്ങനെയാണ് അങ്ങനെയാണ് വയ്യ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചേട്ടാ എപ്പോഴാ തുടങ്ങാന്ന് ചോദിച്ചു. ഞാൻ പോയിട്ട് ചോദിച്ചു, നമ്മുടെ പട്ടിക്ക് വേണ്ടിയല്ല ചോദിച്ച ചേട്ടാ, ആ ഇതിൽ ചൂടായി ആ ചേട്ടന്റെ അടുത്ത്. ആ ചേട്ടൻ അവിടുത്തെ സാധാ ഒരു സ്റ്റാഫ് റിസപ്ഷനിൽ ഇരിക്കുന്ന വേറൊരു ആളാണ് കേട്ടോ. അവിടുത്തെ ഡോക്ടർമാരും നഴ്സ് കമ്പൗണ്ടറൊക്കെ വേറെ പലരും നല്ല മര്യാദയായിട്ട് നമ്മളോട് പെരുമാറി. നമുക്ക് ആരും ഒരു വിഷയമില്ല, നമുക്ക് ആരും പ്രശ്നമില്ല. പക്ഷെ നമ്മളവിടെ പോയിട്ട് പറഞ്ഞു ചേട്ടാ അവൻ ആ എന്താണ് സ്ഥലം നെയ്യാറ്റിൻകരയിൽ നിന്ന് വന്ന ഡോബർമാൻ അവശനല്ല അവിടെ വന്ന് തളർന്ന് എടുക്കണം. നമുക്ക് സങ്കടമാകണം ഇങ്ങനെ ഇരിക്കുക. നമ്മളാണെങ്കിൽ വേഗം കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ഒരു ഗ്ലൂക്കോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്ഷനോ കൊടുത്തോ തന്നെ തെറ്റിക്കാക്കിയിട്ട് പിന്നെ അവർ ഓക്കെ ആയിട്ട് ഇരുത്തിയിട്ട് അവർ വിളിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്താൽ മതി. സ്കാനിങ് ഒക്കെ കുഴപ്പമില്ല. അതുപോലെ തന്നെ മറ്റേ പാപ്പിനെയാണെങ്കിലും ഇങ്ങനെ പിടിച്ചിട്ട് അവൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ 2Dയുടെ ആണെങ്കിലും എന്താണെന്ന് അത് അത്രയും അവസരമായിട്ട് അവരൊക്കെ ഇരിക്കുന്നത്. അതൊന്നും നോക്കിക്കൂടെ ചേട്ടാ? അവരെന്ന് അവരാരും ഞങ്ങൾക്കറിയില്ല. അതിൽ പലരും നമ്മളെ വീഡിയോസ് കാണാറുള്ളവരാണ്, നമ്മളെ ഫോളോ ചെയ്യണവരാണ്, സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മൾ. പക്ഷെ നമ്മുടെ ഡോഗിന് വേണ്ടി അതിനു വേണ്ടി ഒന്നും സംസാരിച്ചില്ല. അവരുടെ ആ രീതി കണ്ടിട്ട് അവറ്റങ്ങളെ ഇങ്ങനെ നിർത്തി ഓരോ സെക്കൻഡ് കഴിയുന്നത് അത് അവശരായിക്കൊണ്ടിരിക്കുക. അത് ഞങ്ങൾ ഈ ചേട്ടനോട് ചോദിച്ചപ്പോ ഈ ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞ മറുപടികളുണ്ട്. ഇവിടെ ഒരു ഡോക്ടറുള്ളോ അതേപോലെ അങ്ങനെയല്ല, ഇവിടെ ഒരു ഡോക്ടറോ 2 ഡോക്ടറോ എങ്കിലും ഉണ്ടല്ലോ ഇത്രയും പെറ്റിനെ അനിമൽസിനെ മൃഗങ്ങളെ നോക്കാൻ. അങ്ങനെ വിചാരിക്കാൻ നമ്മൾ എന്തിനാ അങ്ങനെ വിചാരിക്കണം? അങ്ങനെയാണെങ്കിൽ ഒരു ക്ലിനിക്ക് ഇട്ടിട്ട് ആ ഡോക്ടർ അവിടെ ഇരിച്ചാ പോലെ ഞങ്ങൾ പോയി കാണൂലോ. അതിന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേണോ? ആള് പറയാണ് അല്ല 2 മണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്ക് എന്നല്ല, 2 മണിക്ക് ഡോക്ടർ വരുന്നതാണ്, തുടങ്ങുമ്പോ ഇത്ര സമയം. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ചേട്ടാ എത്ര നേരെ നിങ്ങൾക്ക് ധൃതി ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ വന്നോളെ. ഞാൻ പറഞ്ഞേ അതിനാണോ ഞങ്ങൾ ഇന്ന് വന്നേക്കണേ? അതിനാണോ നമ്മൾ ഇന്നൊക്കെ വന്നേക്കണേ? അപ്പൊ ഞാൻ പൊന്നിന്റെ അവിടത്തേക്ക് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അതിനാണോ ഞങ്ങൾ എന്റെ അടുത്ത് ഞാൻ ചോദിക്കുമ്പോ ആള് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളുള്ള ഞാൻ മിണ്ടാണ്ടിരിക്കണേ. ഞാൻ നമ്മൾ പറഞ്ഞു ഞങ്ങളുടെ ഡോഗ് അതാണ്, ഞങ്ങൾ നമ്മുടെ ഡോഗിന് ലേറ്റ് ആവണതോ അതിന്റെ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. ആ അവശരായി കിടക്കണവരെ എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ടോക്കൺ വിളിക്കാതെ ആ കാഷ്വാലിറ്റി അത് അവറ്റങ്ങൾക്ക് അത്രയും വൈകുമ്പോഴേക്കും അവറ്റങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയണവർക്ക് ഒരു ചുക്കൂല. അതിന്റെ ഡോഗിന്റെ സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചു ഇതെങ്ങാനും ഇപ്പോ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്തിട്ട് പറയാ സോറി അവർക്ക് അത്രയല്ല പറയാളോ. പോകുമ്പോ നമുക്ക് പോയി നമ്മൾ അത്രയും സ്നേഹിച്ച് വളർത്തിയ ഇത് പോകുമ്പോ നമുക്ക് ഒരാള് പോയ പോലെ തന്നെയാണ്. നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടാണ് അത്രയും ദൂരം അവൻ അതിനെ മൾട്ടി സ്പെഷ്യാലിറ്റിക്ക് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാ? എന്ത് സ്പെഷ്യലാണ്? ഒരു ക്ലിനിക്കിൽ പോയാൽ വരെ ഒരു ഡോക്ടറും പ്രൈവറ്റിലേക്ക് എല്ലാ ആൾക്കാരും പോണേ. ഇതുകൊണ്ടാണ് പ്രൈവറ്റിലെങ്കിലും പോണത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, ഇവിടെ മറ്റേ ഇവിടെയുള്ള ഡോക്ടർ ഓടി നടന്ന പണിയെടുക്കുന്നുണ്ട്. അയാൾക്ക് ആള് മാത്രല്ല
മിക്ക ആൾക്കാരും അവിടെ ഓടി നടന്ന് പണിയെടുക്കും. അതിന്റെ കൂടെയുള്ള പണിയെടുക്കണില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഈ പറയുന്ന മൾട്ടി സ്പെഷ്യൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു ബിൽഡിംഗ് കോടികൾ കൊടുത്ത എക്യുപ്മെന്റ്സും കൊടുത്തിട്ട് എല്ലാത്തിനും ഒരാളെ വിടുന്നത് ഇത്രയും ജനങ്ങൾ അവിടെ വരുന്നുണ്ടെങ്കിൽ ഒരു ക്ലിനിക്ക് ഇട്ടിരുത്തിയാ പോലെ എന്തിനാ അത് ആവശ്യം? നമ്മുടെ ഞങ്ങള് മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന വീട്. അപ്പൊ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് നമ്മുടെ വെറ്റിനറി നേരത്തെ അവിടെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. എത്ര ഡോക്ടേഴ്സ് അവിടെ നമ്മുടെ പെറ്റ്സിനൊക്കെ ഞങ്ങൾ ഒരു തത്തേനെ വരെ അവിടെ കൊണ്ടു ചെല്ലുമ്പോ എമർജൻസി ആയിട്ട് ചെറിയ അവര് കൊണ്ടുപോയി ചെറിയൊരു തത്തേനെ വരെ അവര് നോക്കണ ഒരു വെമ്പലുണ്ട്. വിഷമിക്കണ്ട, പേടിക്കണ്ട, കൊണ്ടുപോയോ എന്ന് പറഞ്ഞ് അതിന് മറ്റേ ഗ്ലൂക്കോസ് കയറ്റലും കാര്യങ്ങളും ചെറിയൊരു തത്തേനെ വരെ കൊണ്ടു ചെല്ലുമ്പോ അത് ഈ പെറ്റ്സിനെ സ്നേഹിച്ച് ആ പെറ്റ്സിനോടുള്ള സ്നേഹമുള്ളവര് വെറ്റിനറിക്ക് പഠിച്ച ഡോക്ടർ ആവുന്നതാണ്. അല്ലാതെ പൈസക്ക് വേണ്ടിട്ടല്ല ഇങ്ങനത്തെ പണികൾ എടുക്കുക. അല്ലാതെ വെറുതെ വീടിന്റെ കമ്പൗണ്ടർ ആയാലും ഡോക്ടർ ആയാലും നഴ്സ് ആയാലും അത് ഈ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പൈസക്ക് വേണ്ടിട്ട് മാത്രം പണിയെടുക്കരുത്. ഈ കമ്പൗണ്ടർ നമ്മളിപ്പോഴും പറയുന്നു ഇവിടുത്തെ ഡോക്ടറെ നമ്മളോ അല്ലെങ്കിൽ ഡോക്ടറെ കൂടുതലുള്ള ജൂനിയർ ഡോക്ടേഴ്സ് അവരൊക്കെ ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ട്. ഡോക്ടേഴ്സ് ഇല്ല വേറെ. സ്പെഷ്യാലിറ്റി ഈ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ നമ്മുടെ മൈൻഡിൽ അപ്പൊ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അടക്കമുള്ള എല്ലാ അധികാരികളും നിങ്ങളോട് ദയവ് ചെയ്ത് പറയാണ്, കോടികൾ മുടക്കി എക്യുപ്മെന്റ്സ് ഉണ്ടാക്കി അവിടെ ഒരു ഹോസ്പിറ്റൽ അതവിടെ 4:45 ആവാൻ നോക്കിയിരിക്കണം റൂം പൂട്ടി പോവാൻ. 5 മണി വരെയാണ് ഡ്യൂട്ടി ടൈം ഗവൺമെന്റില്. 5 മണി 10 മണി ഇത് മരിക്കാൻ കിടക്കണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടൊക്കെ തന്നെ പോകാൻ പറ്റുള്ളൂ ആശുപത്രിയിൽ. അതൊന്നല്ല ഓഫീസ് വർക്കില് അവിടെ ഓഫീസ് വർക്ക് ഉണ്ട്, മുകളിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിനൊന്നും ഞങ്ങളൊന്നും പറയുന്നില്ല. ആൾക്കാരെ കൊണ്ടുപോകാൻ ഡോക്ടേഴ്സിനെ ഇഷ്ടം പോലെ ഡോക്ടേഴ്സ് കുട്ടികള് പെറ്റ്സിനെ സ്നേഹിക്കുന്നവരുണ്ട്. വെറ്റിനറിന്ന് പഠിച്ചിറങ്ങണവരെ കുറെ ഡോക്ടേഴ്സിനെ, നല്ല ഡോക്ടേഴ്സിനെ ദയവ് ചെയ്ത് ഇങ്ങനത്തെ കോടികൾ മുടക്കണ ഈ പറയുന്ന സ്ഥലത്തെ സ്ഥാപനങ്ങളിൽ കൊണ്ട് നിർത്തണം. നിങ്ങൾ ഒരൊറ്റ ഡോക്ടർ ശ്വാസം പിടിച്ച് എല്ലായിടത്തേക്കും ഇങ്ങനെ ഓടി നടക്കുക. അല്ല, ഈ മനുഷ്യന്റെ കാര്യം പറഞ്ഞ തീർട്ടെ. ഞങ്ങൾ എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോ ആള് പറയണേ, അത് നിങ്ങള് ഇങ്ങനെ പറയണ പോലെ ഒന്നല്ല, ഇതിന് കുറച്ച് സമയമൊക്കെ എടുക്കും. ഞങ്ങൾ പറഞ്ഞ സമയം എടുക്കും. ഞങ്ങൾ ഈ പറയുന്ന ആളെന്ന് പറയുന്ന വീഡിയോയില് ചൂടായിട്ടുള്ള കമ്പൗണ്ടർ, അയാൾ അവിടുത്തെ ആരാണെന്ന് ഏറ്റവും ചെറിയൊരു തൊഴിലാളി. ആ റിസപ്ഷനിൽ മാത്രം ആളുകളുടെ വീഡിയോ എടുക്കാനുള്ള കാരണം എന്നിട്ടാണ് നമ്മളെ അവര് ആരും വീഡിയോ എടുത്തില്ല. പക്ഷെ ആള് നമ്മളെ നേരെ ചൂടായിട്ട് 7 മണിയായി, രാത്രി 7 മണിയായി. സ്കാനിങ് കഴിഞ്ഞു. ഡോക്ടർ എന്നോട് സംസാരിച്ചു. ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞു, സോറി കേട്ടോ നിങ്ങൾ കുറെ നേരം നിൽക്കണമെന്ന് എനിക്കും അറിയാം. ഞാൻ പറഞ്ഞു അല്ല സാറില്ല സാറേ, എന്തായാലും നോക്ക് നിങ്ങള്. അപ്പൊ കാര്യം ചെയ്ത് കഴിഞ്ഞപ്പോ ആള് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ, ഞാൻ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ. അവിടെ ഒരു പോലീസുകാരനെ വന്നിട്ടാണ് ചിലപ്പോ അവര് അയാൾ വിളിച്ചത് അവരുടെ ഞാൻ അവരോട് ഞാൻ പറഞ്ഞു താങ്ക്സ് ചേട്ടാ. ഇത് കഴിഞ്ഞപ്പോ ഞാൻ താങ്ക്സ് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു എന്റെ അടുത്ത്, ഒരാളുള്ളൂ, ഞാൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞേ, ശരിക്കും മൾട്ടി സ്പെഷ്യാലിറ്റി എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഡോക്ടേഴ്സ് വേണം. അത്യാവശ്യം സ്കാൻ ചെയ്യാനായിട്ടുള്ള ഒരാൾ വേണം. അതേപോലെ അടിയില് OP നോക്കാനായിട്ട് ഒരാൾ വേണം. അങ്ങനെ വേണം. അല്ലാണ്ട് ഈ ഒരാള് സ്കാൻ ചെയ്യാൻ ഓടി വരുന്നു, അയാള് മൂട്ടില് തീ വന്നോണം അടിയിലേക്ക് ഒന്ന് OP നോക്കണു, അവിടെ നിന്ന് തീ പിടിച്ചോണം ഓപ്പറേഷൻ തിയേറ്ററിൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരാള് ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഇടയിൽ 100 കോള് ജൂനിയർ ഡോക്ടർ. ഞാൻ അവിടെ ആള് സ്കാൻ ചെയ്യണ നേരത്തെ തന്നെ ജൂനിയർ ഡോക്ടേഴ്സ് വന്നിട്ട് മരുന്നിന്റെ പേര് ചോദിക്കുന്നുണ്ട്. അതിന്റെ ഇടയില് റിസൾട്ട് കാണിക്കാൻ നിൽക്കണ, അതിന്റെ അടിയില് ഇവിടെ നിന്ന് അടിയെ പോയിട്ട് OP വരുമ്പോ ആള് ഇറങ്ങി പോണ്ട് മെഡിസിനെ പറ്റി ചോദിക്കാനായിട്ട് ജൂനിയർ ഡോക്ടേഴ്സ് വരുന്നുണ്ട്, നഴ്സുമാര് വരുന്നുണ്ട്. ഈ സ്കാനിങ് ഒരാളുടെ കഴിയുമ്പോഴേക്കും ആൾ അടിയെ പോകും. എന്നിട്ട് 1 അരമണിക്കൂർ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ അടുത്ത് അവിടെ ഞങ്ങളെക്കാളും മുന്നിൽ വന്ന ഒരുപാട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് പറയാണ് ചെയ്തത്, ഈ ഡോക്ടർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ പോരുമ്പോഴും അവിടെ ഞങ്ങളെക്കാളും മുന്നിൽ 11 മണിക്ക് വന്നവര് അവരിതിൽ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് ചോദിച്ചു, ഞങ്ങളെക്കാളും മുന്നിൽ കഴിഞ്ഞില്ല, എന്ത് പോവാത്ത ചോദിച്ചപ്പോ ഇനി ഈ റിസൾട്ട് കാണിക്കാൻ ആ ഡോക്ടർ തന്നെ വരണം. അതിന്റെ മറുപടി കിട്ടാൻ വേണ്ടി നോക്കിക്കാണ്. നിങ്ങൾ പറയാ, നമ്മൾ പറയുന്നത് കാര്യമുണ്ടോ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതില് ഈ ചേട്ടൻ, ഞാൻ അവിടെ 7 മണി കഴിഞ്ഞിട്ട്
എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് സുഖമായിട്ട് ഒരു ഇറങ്ങി വന്നു. thanks ഒക്കെ പറഞ്ഞ് നമ്മുടെ ഇറങ്ങി ഡോഗിനെയും കൊണ്ട് നമ്മള് വണ്ടിയിൽ കയറുന്നപ്പോ ആള് ഇങ്ങനെ പിന്നാലെ പുറകെ ഓടി വന്നിട്ട് എന്റെ അടുത്ത് ഞാൻ ഇവിടെ നമ്മുടെ അവിടത്തെ വേറൊരാളുടെ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ അവിടെ ഒരുപാട് സാധാരണ വ്ളോഗേഴ്സ് ഒക്കെ അവരെ ഡോഗിനെയും കൊണ്ട് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ വെറ്റിനറി മണ്ണുത്തി വെറ്റിനറിയില് ഡോഗിനെ കൊണ്ട് ഇതിൽ നമ്മൾ വേണമെങ്കിൽ ഇപ്പൊ പേര് പറയുന്നില്ല ഏത് വ്ളോഗേഴ്സ് ആണ്, പക്ഷെ നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ പറയാം. ഗവൺമെന്റ് തന്നെയാണല്ലോ മണ്ണുത്തി വെറ്റിനറി. അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ തന്നെ അവരവരെ ഡോഗിനെ കൊണ്ടുപോകുമ്പോൾ ഇഞ്ചക്ഷൻ അടിക്കാൻ പോകുമ്പോ ഓപ്പറേഷന്റെ ഇത് മാറ്റാനൊക്കെ പോകണമെന്നൊക്കെ വ്ളോഗ് എടുത്ത് പോയിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. വ്ളോഗ് എടുക്കാൻ ഒന്നാമത് ക്യാമറ പോലും കൊണ്ടുപോയില്ല നമ്മള്. വ്ളോഗ് എടുക്കാനുള്ള മൈൻഡിലൊന്നല്ല പോണേ. അപ്പൊ ഇങ്ങനെ ഞാനപ്പോ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇവളുടെ അടുത്ത് പൊന്നിന്റെ അടുത്ത് വന്നിട്ട് ആള് എന്നിട്ട് പറഞ്ഞ എന്റെ അടുത്ത് ഇവര് സ്കാൻ റൂമിൽ കയറി ഞാൻ ആദ്യം കൊണ്ട് പുറത്തിരിക്കുമ്പോ ആള് പറഞ്ഞു അതെ യൂട്യൂബറാണ്. ആൾക്ക് അപ്പോഴാണ് നമ്മൾ യൂട്യൂബറാന്ന് മനസ്സിലായത്. നമ്മുടെ വണ്ടി അവിടെ കണ്ടതും നേരത്തെ അതിന് മുന്നേ ആള് പറഞ്ഞത് നിങ്ങൾ മന്ത്രിക്ക് അങ്ങോട്ട് മെയില് ചെയ്യും. അതാണ് നമുക്ക് ഏറ്റവും വിഷമം. ആള് ഫസ്റ്റ് ആളെന്നോട് പറയണേ നിങ്ങൾക്ക് വല്ല പരാതി പുച്ഛത്തില്ല, ഭയങ്കര ചിരിച്ചിട്ട് നിങ്ങള് ഒരു കാര്യം ചെയ്യും, നിങ്ങള് മന്ത്രിയൊക്കെ പരാതി കൊടുക്കുക. നിങ്ങളുടെ പരാതിക്കൊക്കെ ആണല്ലോ ഇപ്പൊ ഇത്, കാരണം യൂട്യൂബേഴ്സും അങ്ങനത്തെ കാര്യം അങ്ങനെയാണല്ലോ. അപ്പൊ യൂട്യൂബറാണ് ആൾക്കറിയില്ലേ. അപ്പൊ ആള് നിങ്ങൾ അങ്ങനെ ചെയ്യും, നിങ്ങൾ മന്ത്രിക്ക് പരാതി കൊടുക്കുന്നു, അങ്ങനെ കൊടുക്കും നോക്കാം. അപ്പൊ ഞാൻ അപ്പോഴും മറുപടി ഒന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു പൊന്നു ചേട്ടാ ഒരു മാനസിക പരിഗണന വെച്ചിട്ട് ഞാൻ വന്ന് ഇപ്പൊ ചേട്ടന്റെ അടുത്ത് പറയണത് എന്റെ പട്ടീനെ കൊണ്ടുപോയി സ്കാൻ ചെയ്യാനല്ല. നമ്മളവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടില്ല. പക്ഷെ അവശരായിട്ടുള്ള ആ രണ്ടെണ്ണത്തിനെയും കൊണ്ട് ഓരോ സെക്കൻഡ് വെച്ച് അവർ അവശരായിക്കൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ വേഗം അല്ല അങ്ങനെ പറഞ്ഞ് എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ശരിയുടെ ചേട്ടാ പരാതി ഞാൻ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ വീഡിയോ സമയം ഇരുന്ന അവരോട് ആ അവശരായ അവരെ റിവ്യൂ ഞാൻ പുറത്തിറങ്ങി ഹോസ്പിറ്റലിൽ വീഡിയോ എടുത്തിട്ട് ഉള്ളിൽ കയറിയിട്ട് ഞാൻ ഒരു കമ്പൗണ്ടറിന്റെ ഒരാളുടെ ഒരു വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ അവിടെ പോയി എടുത്തിട്ടുള്ളത് അവിടെ വന്നിട്ടുള്ള പെറ്റ് ലവേഴ്സ് ആയിട്ടുള്ള പെറ്റിന് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരെയും അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര മണിക്ക് വന്നെന്ന് ചോദിച്ചു. അത് ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ അവര് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഞാനപ്പോ അവരുടെ അടുത്ത് സംസാരിച്ചുള്ള പോലെ ഞാൻ അവരുടെ അടുത്ത് ക്യാമറ വെച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് പറയാനുള്ളത് പറയും, എത്ര മണിക്കാണ് വന്നത്? ഞങ്ങൾ 11 മണി. എത്ര കിലോമീറ്റർ ഉണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോ? ഞങ്ങൾ ഇത്ര കിലോമീറ്റർ ഇതിൽ നിന്ന് വരുന്നത്, അതേപോലെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് റെഫറൽ കിട്ടിയിട്ട് ഇങ്ങോട്ട് വരണേ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വയ്യായി ഉണ്ട്, വയ്യ അനങ്ങാൻ പറ്റാണ്ടൊക്കെ എടുക്കണേ. സമയം എത്രയായി? ഇപ്പൊ സമയം ഒരു 5 മണിക്കൂർ കഴിഞ്ഞു. ഇവിടെ വന്നിട്ട് ഒന്നും നോക്കി ഞങ്ങളെ രാവിലെ കൊണ്ടുവരുമ്പോ കൊടുത്തിട്ടുള്ള ഫുഡാ. പിന്നെ ഇത്രയും സമയമായിട്ട് അവശരായിട്ട് അതേപോലെ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെയും വരിവരിയായിട്ട് ഇതേപോലെ ഇരിക്കുക, ലൂസ് മോഷൻ ആയിട്ടും ഛർദിയായിട്ടും ഒക്കെ. അപ്പൊ അവരെ ഈ ടോക്കൺ നമ്പർ അനുസരിച്ച് 100, 103 ഒക്കെ വിളിക്കാനിരുന്ന് കഴിഞ്ഞിട്ട് ചത്തുപോയി ആര് സമാധാനം പറയും? അപ്പൊ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. പിന്നെ ആള് പറയണ നിങ്ങൾ ഒരു കഴിച്ചു ആൾക്കൊരു പുച്ഛം. ഞാനൊക്കെ മാന്യം മര്യാദ പോയിട്ട് ഞാൻ അവരെ ഒന്ന് കാഷ്വാലിറ്റിയിൽ കയറ്റി ഒന്ന് നോക്കാൻ പറയൂ ചേട്ടാ, ഇങ്ങനെയാണ് പറയണത്. അപ്പൊ ആള് ചിരിച്ചിട്ട് ആളുടെ വർത്താനം കേട്ടാ തോന്നും ആളുടെ വീട്ടിൽ നിന്ന് കൊണ്ട പൈസ കൊണ്ട് ഉണ്ടാക്കിയ ഹോസ്പിറ്റലാണ്, നിങ്ങൾ വേണമെങ്കിൽ കാണിച്ചപ്പോ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ 7 മണി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങള് ചാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ആള് സ്കാനർ റിപ്പോർട്ടൊക്കെ വേണമെങ്കിൽ ഫോട്ടോ എടുത്തോന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ചെയ്ത് ഞാൻ ഇറങ്ങി നേരെ പുറത്ത് പോണ സമയത്ത് ഇങ്ങോട്ട് പിന്നാലെ വന്നിട്ട് ഞാൻ പൊന്നെ അടുത്ത് പറഞ്ഞു ആള് പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. ഇവര് ഡോക്ടറെ കാണിക്കാനായിട്ട് പോയ സമയത്ത് എന്റെ അടുത്ത് ആള് വന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ പെർമിഷൻ ഇല്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതിന് മറുപടിയും പറഞ്ഞില്ലേ, കേട്ട ഭാവം നടിച്ചിട്ട്. കാരണം എനിക്ക് മനസ്സിലായി ആൾക്ക് പിന്നെയാണ് നമ്മുടെ കാർമ കണ്ടിട്ടായിരിക്കാം യൂട്യൂബേഴ്സ് ആണെന്ന് മനസ്സിലായിണ്ടാവുക. നമ്മൾ യൂട്യൂബറാണെന്നോ അങ്ങനത്തെ ജാടിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ക്യാമറ വരെ കൊണ്ടുപോയിരുന്നില്ല. അപ്പൊ ഒന്നും പറഞ്ഞൊന്നുമില്ല ഞാൻ പോകുന്നു. കാരണം എനിക്കറിയാം ഇതിന് മുന്നേ ഇഷ്ടം പോലെ വ്ളോഗേഴ്സ് നമുക്ക് തന്നെ അറിയാം നമ്മുടെ മണ്ണുത്തി വെറ്റിനറിയില് അവരെ പെറ്റിനെ കൊണ്ടുപോകുന്നത് വീഡിയോ എടുക്കലൊക്കെ. അവിടെ എന്തെന്നെ പെർമിഷൻ വേണ്ടെന്നറിയോ? ഡോക്ടേഴ്സിന് എടുക്കണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ എന്റെ ഡെലിവറിക്ക് പോലും നിങ്ങൾക്ക് അറിയാം ഡെലിവറി വീഡിയോ വരെ ഡോക്ടറെ സമ്മതത്തോടുകൂടി എടുത്തിട്ട് നമുക്ക് അനുമതി തന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഡോക്ടറെ റൂമിൽ അവർ ചെയ്യണ കാര്യങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ അവരുടെ അങ്ങനത്തേനൊക്കെ നമുക്ക് ചോദിക്കുള്ളൂ. മനസ്സിലായി? ഇവിടെ പോലീസ് സ്റ്റേഷന്റെ അകത്ത് വരെ ആൾക്കാര് അവര് പറയുകയും ചെയ്യണ കാര്യങ്ങൾ വീഡിയോ എടുത്തു വിടുന്നു. ഇവിടെ നമ്മള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പൊന്നിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി. ലിഫ്റ്റില് കയറി കഴിഞ്ഞപ്പോ പൊന്നു അടിയിലേക്ക് എത്താറായപ്പോ പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ പൊന്നിനോട് ചോദിച്ചു
നീ എന്താ എന്റെ അടുത്ത് അപ്പൊ മോളിൽ നിന്ന് പറയാന്ന്. അപ്പൊ അവിടെ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചാൽ പിന്നെ അത് വേണ്ടെന്ന് അപ്പൊ പറഞ്ഞാ കുഴപ്പമില്ല നടന്നു വണ്ടി എടുക്കാനായിട്ട് വന്ന് നിന്നിട്ട്. അപ്പൊ ഇങ്ങനെ കുറെ സമയം ഇങ്ങനെ പരിഭ്രമിക്കുന്നത് നമുക്ക് ശരിക്കും കാണാം. ആള് നന്നായിട്ട് ആൾക്ക് അയ്യടാനായി യൂട്യൂബേഴ്സ് ആണെന്ന് മനസ്സിലായിപ്പോ. കാരണം ആൾക്ക് അറിയാം ആള് പറഞ്ഞ ഡയലോഗുകള്. നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഏത് എന്നോട് ഏത് ആ വയ്യാത്ത പട്ടികളൊന്നും വേഗം കൊണ്ടുപോയി ഒന്ന് കാണിച്ച് എന്താണെന്ന് നോക്കൂ. ഷെൽറ്റിൽ കയറിയിട്ട് നമ്മളവിടെ വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ മനസ്സിലായി കഴിഞ്ഞപ്പോ പിന്നെ മോളിൽ നിന്ന് സൂപ്രണ്ട വന്നു. ആരെ വിളിച്ചിട്ട് ആള് വന്ന് ഭയങ്കര ചോദ്യങ്ങളും കാര്യങ്ങളും. എന്താണ് പ്രശ്നം, എന്താ ഭയങ്കര ഞങ്ങൾക്ക് കൂളിയുള്ളവരെ നമ്മളിതൊക്കെ എന്തോരം എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ആള് വന്നിട്ട് നോട്ടെ ലിസ്റ്റ് നോട്ടെ അതിന്റെ ഇടയിൽ നിന്നിട്ട് പറയണ ആള് പറയാ ഓ അതാണോ ഇത് നമ്മളോട് പറയാ സ്കാൻ ചെയ്യാൻ ഒരുപാട് സമയമൊന്നും ആൾക്കറിയാം. സ്കാൻ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, വേണമെങ്കിൽ എക്സ്റേ എടുത്തോളാം. സ്കാൻ ചെയ്യാൻ വേണ്ടി ഷേവ് വരെ ചെയ്തു. ഇവിടുത്തെ ഇത്രയും ഭാഗം ഡോഗിന്റെ ഇത്രയും ഭാഗം ഷേവ് പൈസ മേടിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പൊ ആൾ പറയാ അവരോട് ചോദിക്കുക സ്റ്റാഫിനോട് പൈസ ഗൂഗിൾ പേ ആണോ, പൈസ ഇട്ടാ കൊടുത്തെങ്കിൽ തിരിച്ചു വന്നിട്ട് എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മളവിടെ വേഗം ഇടിച്ച് സ്ഥലം പിടിക്കുന്ന പരിപാടി. ഇതിലേറ്റവും വലിയ തമാശ ഇത് പിന്നെ അവർക്ക് ആദ്യം ഷേവ് ചെയ്യാണ്ട് സ്കാൻ ചെയ്യാണ്ട് എക്സ്റേ മതി എന്ന് പറയായിരുന്നില്ലേ? എക്സ്റേ ആണെങ്കിൽ വേഗം ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എക്സ്റേ എടുക്കാനല്ലല്ലോ വന്നത്, സ്കാൻ ചെയ്യാനല്ലേ എന്ന് പറഞ്ഞപ്പോ എന്നാ ഗൂഗിൾ പേ ആണല്ലേ അപ്പൊ സ്കാൻ അപ്പൊ എന്തായാലും സ്കാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ആളെ കൊണ്ട് പോയിട്ടാ. എന്നിട്ട് ആളെ ആദ്യം നമ്മളെ പരമാവധി ഒഴിവാക്കാനുള്ള ലെവലില് റഫറൽ ലെറ്ററിൽ വേണം ഇവിടേക്ക് വരാനായിട്ട്. ഇവിടെ ചെയ്യണത് റഫറൽ അവിടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ വന്നു. ഞങ്ങള് വന്നപ്പോ ഇതൊന്നും പറഞ്ഞില്ലേ, അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോ ഞങ്ങളോട് ചോദിച്ചു ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ വന്ന് പറഞ്ഞപ്പോ ഇത് ചെയ്യാന്നും പറഞ്ഞു ഇവര്. ഡോഗിന്റെ പേര് ലിസ്റ്റ് എല്ലാ കാര്യങ്ങളും എഴുതി മേടിച്ചു. ആൾക്ക് എന്താ വെച്ചാൽ നമ്മളവിടെ വേഗം വിടണം. ഇനി റിവ്യൂസ് ആൾക്കാർ അവിടെ ഉള്ളവർ മൊത്തം ഏകദേശം മനുഷ്യന്മാരെന്നെ ആവശ്യമായിട്ട്. അത് കഴിഞ്ഞപ്പോ വേഗം ആള് അടുത്ത ഡോഗിന്റെ അടുത്ത് പോയിട്ട് ഈ വയ്യാണ്ട് കിടക്കുന്ന ഡോബർമാന്റെ അടുത്ത് പോയിട്ടൊക്കെ വേഗം ആള് വിചാരിച്ചത് എന്റെ ഡോഗാണ് ആ കിടക്കുന്നത് അതിന് വേണ്ടി സംസാരിക്കണേ വിചാരിച്ചു. എന്നിട്ട് അവിടെ വന്ന് അവന്റെ അടുത്ത് ഈ എന്താണ് ആ സ്ഥലം നെയ്യാറ്റിൻകരയിലുള്ള അവന്റെ അടുത്ത് ഡോബർമാന്റെ ഓണറുടെ അടുത്ത് എന്താണ് അതാണ് എന്റേന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഇവന്റെ ആരുമല്ല, എനിക്ക് ഇവനെ അറിയൂല. പക്ഷെ ആ ഡോഗ് കിടുക്കണ് കണ്ടിട്ട് അവൻ പറഞ്ഞു അവിടെ വന്നപ്പോ തന്നെ അത് തളർന്നു വീണു. അപ്പൊ അതിനൊന്നും നോക്കുക, ഇത്രയും ശക്തനായ ഒരു ഡോഗ് തളർന്ന് വയറിൽ വീക്കായി കൈയും കാലും ബോഡിയൊക്കെ നീരായിട്ട് എന്തും എപ്പ സംഭവിക്കാം. ഇത്രയും സൈസുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. അത് ഇങ്ങനെയാണെങ്ങാണ്ട് നമ്മളെ നോക്കിട്ടേ ഞാൻ ഒഴിഞ്ഞു കൊടുത്ത് നമുക്ക് ഞാൻ പറഞ്ഞു വാവ് മാറുന്നുണ്ട് ഇങ്ങനെ നോക്ക് എന്നെ രക്ഷിക്കുന്നു പറയണ പോലെ അത് കണ്ട് സഹിക്കാൻ വേണ്ടി അവിടെ. അപ്പൊ ആള് വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ പറയുകയും ചെയ്യണ പോലെ ഓ അതോ എത്ര നമ്പർ അത് കഴിഞ്ഞാൽ വിളിക്കും. അത് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ ഈ പറയുന്ന കമ്പൗണ്ടർ ചേട്ടൻ പിന്നെ ആ ഡോഗിനെ കൊണ്ടുവന്ന ആളുടെ കൂടെ അവിടെ മുകളിൽ വന്ന് നിക്കലും ഇത് കഴിഞ്ഞാൽ കേറിക്കോട്ടോ എന്ന് പറയലും ഭയങ്കര അതവന് മനസ്സിലായി. കാരണം അവിടെ CCTV ഉണ്ട്. അല്ല ഭയങ്കര സ്പീഡപ്പ്. നമുക്ക് CCTV ഞങ്ങളും കാണുന്നുണ്ട്. അവിടെ അത് വരുന്ന ഈ പറയണ ഒരാളും ആ പട്ടിയുടെ കാര്യം അന്വേഷിക്കാനോ നോക്കാനോ ഒരാളും വന്നിട്ടില്ല. നമുക്ക് അല്ല ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ സമയം വരെ എന്തൊക്കെ ഉണ്ടായി. ആ സമയം ഇത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ഞാൻ പറയട്ടെ 7 മണി കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോ വണ്ടി ലോക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞപ്പോ ആള് ബാക്കി വന്നിട്ട് അതെ ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ഈ എടുത്ത വീഡിയോസ് ഒന്നും നിങ്ങൾ ഇത് ഇടാൻ നിൽക്കരുത്. ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോണ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്ത് പ്രശ്നം? അല്ല നമ്മളിത് ആദ്യമായിട്ട് കേൾക്കണേ. ഗവൺമെന്റ് ഓഫീസുകളിലെ ഓഫീസർമാരെ വരെ ക്യാമറ വെച്ച ആൾക്കാർ ചേട്ടൻ എന്നിട്ട് ഭീഷണിപ്പെടുത്തുന്ന ചോദിച്ചു. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മളിവിടെ ഓപ്പറേഷൻ റൂമിൽ നമ്മുടെ ഡോഗിന്റെ സ്കാനിംഗ് റൂമിൽ ആരുടെ ഒന്നും എടുത്തിട്ടില്ല. ഇതൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ഞാൻ ചോദിച്ചു ചേട്ടൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങള് ചേട്ടന്റെ വീഡിയോ എടുത്താ ഇല്ല, ഞങ്ങള് അപ്പുറത്തെ വല്ലവരും എടുത്താ ഇപ്പുറത്തെ വല്ലവരും എടുത്തോ, ആരും എടുത്തില്ല. ഞങ്ങള് അറിയണം ഞങ്ങളോട് സംസാരിച്ച ആൾക്കാരുടെ മാത്രം, അവരുടെ പെറ്റിന്റെ മാത്രം, അല്ലാണ്ട് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കണ കലാപരിപാടികളൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ചേട്ടൻ എന്താ പ്രശ്നം ചോദിച്ചാൽ
അപ്പൊ ആളങ്ങോട്ട് ചൂടാവുന്നു. അല്ല ആള് ചൂടാവും മീൻസ് ഇത് ഇങ്ങനെ അതെ നിങ്ങൾ എന്നിട്ട് അതിന് കിട്ടോ അതെ ഇങ്ങനെ ഇട്ടിട്ടുള്ള മുന്നുള്ള ആൾക്കാരുടെ പത്രത്തില് വന്നിട്ട് അവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഭയങ്കര അപ്പൊ ഞാൻ വരുന്നിടത്ത് വെച്ച് നോക്കട്ടെ നമുക്ക് പേടിക്കണ്ടല്ലോ. നമ്മുടെ ഇവരുദ്ദേശിക്കണത് നാളെ ആ വന്ന ഡോഗ് ചത്തു പോയിരുന്നെങ്കിൽ നമ്മള് കുറെ പേപ്പർക്കാരും ചാനലുകാരും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് 24-നെയും മീഡിയ 1-നെയും ഒക്കെ ഏഷ്യനെറ്റ് ന്യൂസിനെയും വിളിച്ചിട്ട് പറഞ്ഞെങ്കിൽ അവർക്കത് ഞങ്ങള് അവിടെ ഒരാളിനൊന്നും പറഞ്ഞിട്ടില്ലേ. ഞങ്ങൾ അവിടെ വന്നിട്ട് പറഞ്ഞ കാര്യം ഈ ഡോഗിനെ നോക്കാനാ, ഒരാളുടെ കഴുത്തിന് കുത്തിന് പിടിച്ചിട്ടോ ഇതിനൊന്നല്ല ചെയ്തിരുന്നേ. നമ്മള് ഇതിനു മുന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മള് എന്താ പറയാ ഹോസ്പിറ്റലിലൊക്കെ നമ്മുടെ ഞങ്ങളുടെ കാര്യത്തിന് പോകുമ്പോഴും അവിടെയൊക്കെ നമ്മള് വളരെ കൂളായിട്ടുള്ള ഒരു ഡൈൻ മൈ ലൈഫ് പോലെയുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം അല്ല അവിടെ ഒന്നും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നില്ല. ഇവിടെ നമ്മള് നമ്മുടെ ക്യാമറയോ ജിമ്പിലോ ഒന്നും കൊണ്ടിട്ടില്ല. ഇവിടെ വീഡിയോ വന്നതല്ല. ചില ഭയങ്കര പ്രശ്നം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇട്ടോട്ടാ എന്ന് പറഞ്ഞിട്ട് ആള് പോയി ആള് കുറച്ചങ്ങോട്ട് പോയിട്ട് ഫോൺ എടുത്തിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ നടക്കാം. ഞാനപ്പോ വണ്ടിയുടെ ഉള്ളിൽ കയറി ഞാൻ വണ്ടി എനിക്ക് ഒന്നുകൂടി ആളോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ ആള് പിന്നാലെ പോയിട്ട് അങ്ങോട്ട് കയറുന്ന സമയത്ത് ആള് പറയുന്നുണ്ട്, സാറേ ഒരാളെ വിളിച്ചിട്ട് നമ്മുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആളുടെ ബാക്കിൽ നിന്ന് തട്ടി. അപ്പൊ ഞാൻ ആള് തിരിഞ്ഞിട്ട് എന്നെ നോക്കിയിട്ട് സാറേ ഓക്കെ സാറേ ഞാൻ ഇപ്പൊ വിളിക്കട്ടെ സാറേ എന്ന് പറഞ്ഞിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേ ചേട്ടൻ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ തുടങ്ങി. അത് തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടത്. അല്ല ഇതെന്റെ അടുത്ത് അപ്പോഴും ആള് പറഞ്ഞത് ഇങ്ങനെ. ഞാൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞത് എന്തെങ്കിലും ശരിയുണ്ടോ, കാരണം ഞങ്ങള് ഈ വീഡിയോ എടുത്ത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങള് മറ്റേ ഇതിന്റെ ഭവിഷ്യത്ത് ഉണ്ടാവും. എന്താണ് ചേട്ടൻ ഉദ്ദേശിച്ചെന്ന് ഒന്നുകൂടി ഞാൻ ചോദിച്ചു. ഇത്രയധികം ഇതിൽ ആളുകൾ റിവ്യൂ പറഞ്ഞവരെയൊക്കെ തൂക്കി. അല്ല അപ്പൊ ആള് പറഞ്ഞു ഇത് നിങ്ങൾക്ക് അറിയാത്ത കാരണമാണ്, എനിക്കാണ് ഇളകി. അപ്പൊ ഞാൻ ഫോൺ എടുത്തു. എന്നിട്ടാണ് എടുത്തത് ഞാൻ. ചേട്ടൻ പറയും ചേട്ടൻ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങളും ചേട്ടൻ എനിക്ക് പറഞ്ഞു കേട്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതൊന്ന് റെക്കോർഡ് ചെയ്യാനാന്ന് പറഞ്ഞു. ഒന്നും മിണ്ടില്ല. ആള് മിണ്ടാണ്ട് വേഗം എന്നിട്ട് അതെ നിങ്ങൾ നോണ പറയരുത്, ഞാൻ പറയാത്ത കാര്യങ്ങൾ പറയരുത്. എന്നിട്ട് ഞാൻ വീണ്ടും പോയിട്ട് പറഞ്ഞു ചേട്ടൻ എന്നോട് ഫസ്റ്റ് മറ്റേ വയ്യാത്ത പട്ടികളൊന്നും നോക്കാൻ നമ്മൾ വളരെ ഇതിലെ പറയാം. നമുക്ക് വിഷമമായിട്ട് അതൊന്നും നോക്കാൻ ഡോക്ടറെ ഒന്ന് വിളിച്ച് കേശാലിച്ച് കാണിച്ച് എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്ത കുറച്ച് അവറ്റങ്ങൾ ആ ടോക്കൺ വിളിക്കുന്ന സമയത്തെങ്കിൽ വരെ അവറ്റങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കണ്ടേ ഒന്നും പറയാൻ പറഞ്ഞപ്പോ ചേട്ടൻ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് വല്ല ഇതുണ്ടെങ്കിൽ മന്ത്രിക്ക് മെയിൽ ചെയ്തോ, പരാതി പെട്ടോ എന്ന് പറഞ്ഞു. ആള് പറയണോ അപ്പൊ ആള് പറയാ നിങ്ങളും നോണ പറയണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആളെന്ന് പറയുമ്പോ ആളുടെ കൂടെ സെക്ഷനിലുള്ള ഒരു സ്റ്റാഫ് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ നേരത്തെ ചേച്ചി നിങ്ങൾ കേട്ടില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരില്ല എന്ന് പറയുള്ളൂ, കാരണം അവരുടെ സ്റ്റാഫ് അല്ലേ. പക്ഷെ അത് കാരണം നമ്മളത് ചോദിച്ചില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു. പിന്നെ അവിടെ പോലീസുകാരൻ വന്നിട്ടുണ്ട്. അപ്പൊ സാറിന് നിങ്ങൾക്കറിയാം എനിക്ക് പോലീസുകാരെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒരുപാട് പോലീസ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഞാൻ ആ സാറിന്റെ അടുത്ത് പറഞ്ഞു സാറിനൊരു ഹാറ്റ്സ് ഓഫ് ആണ്, സാർ പോലീസുകാർ നന്നായി. അപ്പൊ എന്താ ഇഷ്ടം നമുക്ക് പറഞ്ഞു, നമ്മൾ പറഞ്ഞ ഓക്കെ ആക്കിയോളാം എന്ന് സാറ് പറഞ്ഞു. അപ്പൊ ഞാൻ സാറ് പറഞ്ഞ സാർ ഒരു മന്യാണ് എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പോലീസുകാരോട് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ പോലീസുകാർ നമ്മൾ കൂളായിട്ട് തൊഴിലായിട്ട് നടക്കുന്ന ആൾക്കാർ, നമ്മൾ തെറ്റ് ചെയ്യാതെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് ഒരു സാധാരണ കേരളത്തിലെ ഒരു സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായ ഒരു കാര്യമാണ് പറയണത്. ഈ മൃഗങ്ങളുടെ ജീവന് എന്തെങ്കിലും വാല്യൂ ഗവൺമെന്റ് കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഇത്രയും വലുത് കെട്ടിയെടുത്ത് ഈ പറയുന്ന ആനിമൽസ് അവിടെ വരുന്നത് കൊണ്ടാണ് ആ ചേട്ടന്റെ ഭാര്യയും കുട്ടികളൊക്കെ കഞ്ഞി കുടിക്കണേന്ന് ചേട്ടൻ മറക്കരുത്. അവിടെയുള്ള ഇത്രയും സ്റ്റാഫും മറക്കരുത്. എന്നാൽ നല്ല വേറൊരു അറ്റൻഡറും ഒരു നേഴ്സ് ചേട്ടൻ ഒരു നീലിട്ട് വന്ന ചേട്ടനൊക്കെ വളരെ മാനില്ല. ഞാൻ പറഞ്ഞു ഡോക്ടർ അപ്പോഴേക്ക് ഓടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ പേടിക്കണ്ട, ഇഷ്ടം പോലെ നമ്മുടെ പേഷ്യൻസും ആളുകളൊക്കെ വെയിറ്റ് ചെയ്യാം, സാർ പോയിട്ട് അത് ചെയ്തോ, സാർ ഒരാളെല്ലാം ഓടി നടക്കാൻ ചെയ്തോ. ഇത് വേറെ ഒന്നുമില്ല, ഇത് നമുക്ക് ഇവിടെ സാറ് മാത്രമല്ലോ, ഇവിടെ ഇഷ്ടം പോലെ ഡോക്ടേഴ്സിനെ കൊണ്ടുവരണം. കാരണം ഇത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അതിന് വേണ്ടിയുള്ള കാര്യം പറഞ്ഞു. ആ ചേട്ടൻ ഞങ്ങളോട് മന്ത്രിക്ക് പരാതി കൊടുക്കാൻ പറയണേ. ഇത് കാണുന്ന നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർ ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട മിണ്ടാപ്രാണികള് കുറച്ച് രക്ഷപ്പെടും. അതായത്
കൊറേ നേരമായിട്ടേ ഫുഡ് വരെ കഴിക്കാണ്ട് കുട്ടികളൊക്കെ കിടന്ന് ചാടാണ്. കാരണം ഫുഡ് ഈ പറയുന്ന ആൾക്കാർ വരുമ്പോ ഫുഡും കൊണ്ടതല്ല അവര് ബാങ്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ ഇത്ര സമയം പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങള് തന്നെ ആളെന്റെ അടുത്ത് പറയാം നിങ്ങൾ വന്നിട്ടുള്ളത് ഹോസ്പിറ്റലിലേക്ക് അല്ലേ? നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ വീഗാലാൻഡിലേക്ക് ടൂർ വന്നാന്ന് ഞങ്ങൾ വന്ന ഹോസ്പിറ്റലിലേക്ക്. നിങ്ങൾ കേൾക്കട്ടെ, ലോക ചരിത്രത്തില് ഒരു സാധാരണ ഗവൺമെന്റ് ഇത്രയും തിരക്കുള്ള ഹോസ്പിറ്റലിലോ പ്രൈവറ്റിലോ പോയാൽ പോലും രാവിലെ പോയ ഒരു 3 മണി 4 മണി ആകുമ്പോഴേക്കും എന്റെ മമ്മിക്കും പപ്പയ്ക്കും ESI ഉള്ളവരാണ്. അപ്പൊ അവര് പോലും രാവിലെ പോയി കഴിഞ്ഞാൽ 2 മണി ആകുമ്പോഴേക്കും വീട്ടിലെത്തും. ഇത് പറക്കേ പറ്റും. ടോക്കൺ വിളിക്കാനാണ് ഡോക്ടർ ഉണ്ടെങ്കിൽ ടോക്കനൊക്കെ അത് പറഞ്ഞപ്പോൾ ഒരു പോയിന്റിക്ക് പറയാൻ തോന്നിയത്, ഈ പറയുന്ന സ്കാനിങ്ങിന്റെ സ്ഥലത്ത് ആകെ 4-5 പേഷ്യൻസേ ഉള്ളൂ. 7 പേഷ്യൻസേ ഉള്ളൂ. കാരണം 2 മണി തൊട്ട് സ്കാനിങ് തുടങ്ങുന്നത് 3 മണി തൊട്ട് തുടങ്ങി. 3 മണിക്ക് വരുമ്പോ ഞങ്ങളെക്കാളും മുന്നേ വന്ന 2 ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ പിന്നെ അത് കഴിഞ്ഞ് പൂച്ച ഡോബർമാൻ ആവശ്യമായിട്ട് വന്ന മറ്റേ പാപ്പി. നമ്മള് പറയണത് നിങ്ങളിപ്പോ ഇത് കേൾക്കുമ്പോ ഒരുപാട് ആൾക്കാരുണ്ടായിട്ട് ഒരു അടിയിൽ പല പല സെക്ഷനിലേക്ക് ഒരുപാട് സ്കാനിങ് ചെയ്യാനായിട്ട് മാക്സിമം എടുത്തത്, ഞങ്ങളുടെ സ്കാനിങ് ചെയ്യാനായിട്ട് എടുത്തത്, ഇതിന്റെ ഉള്ളിൽ കുറെ വർത്താനം കുറെ കാര്യങ്ങളൊക്കെ അപ്പുറത്ത് ഇപ്പുറത്ത് നടക്കുന്നുണ്ട്. അത് ആകെ കൂടി എടുത്ത് 15 മിനിറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ആ ഒരു ഡോക്ടർ സ്കാനിങ്ങിന്റെ സ്ഥലത്ത് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന കഴിയും. നമുക്ക് ഈ പാതവരെ നിൽക്കേണ്ടി വരില്ല. അതുപോലെ കാഷ്വാലിറ്റിയിൽ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ഈ ഡോക്ടർക്ക് സ്കാനിങ്ങിന്റെ അവിടെ നിന്ന് ഓടി അങ്ങോട്ടും പ്രാണികൾക്ക് എടുക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയം മണിക്കൂർ ആലോചിച്ചു നോക്കൂ. അവരങ്ങനെ തന്നെ 15 മിനിറ്റ് കൊണ്ട് സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ട് മേടിച്ച് അടുത്ത കലാപരിപാടി നോക്കി കഴിഞ്ഞാൽ ഇത് എണീറ്റ് നിൽക്കും. അതുപോലെ പൂച്ചകള് ആക്സിഡന്റിൽ വന്നിട്ടുള്ള പൂച്ചകളുടെ കൈയും കാലും ഫ്രാക്ചർ ആയിട്ട് വന്നിട്ടുള്ള ചെയ്യാനും ഈ ഡോക്ടർ തന്നെ കൂടി പോകണം. ജൂനിയേഴ്സും കൂടെ സഹായിക്കേണ്ട. അത് അപ്പൊ എന്തെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ സെക്ഷനിലുള്ള ഒരു ഡിലേ ആവും, ഈ സെക്ഷനിലുള്ള ഒരു ഡിലേ ആവും. നമ്മള് വെയിറ്റ് ചെയ്യണോണ്ടല്ല, ഈ മിണ്ടാണ്ട് കിടക്കുന്ന ഇത് വേദനിച്ചിട്ടും വയ്യാണ്ട് അവർക്ക് പറയാൻ പറ്റുന്നില്ല. അയ്യോ എനിക്ക് ഇവിടെ മനുഷ്യരാണെങ്കിൽ ഓളിട്ടിട്ട് നമ്മളെ കാഷ്വാലിറ്റിക്ക് എങ്ങനെയെങ്കിലും കയറ്റിക്കും. ഇവറ്റക്ക് പറയാൻ ചില ആൾക്കാര് ഞങ്ങളവിടെ സ്പോട്ടിൽ നിൽക്കുമ്പോ തന്നെ അവരവിടെ ചൂടാവുണ്ട്. വേറെ ആൾക്കാര് അത് നമ്മൾ കാണുന്നത് അവര് ഷിവർ ചെയ്യുന്നുണ്ട്, പൂച്ച ഷിവർ ചെയ്യുന്നുണ്ട്, ഞാൻ ശരിക്കും അവന്റെ റിവ്യൂ എടുക്കാന്ന് വെച്ചാ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട. കാരണം നമ്മൾക്ക് ഒരു ആൾക്കാരോടോ ഒരു സ്ഥാപനങ്ങളോടോ പേഴ്സണലി ഒരു വിരോധം ഇല്ലാത്ത ആൾക്കാരാണ്. നിങ്ങൾക്ക് അറിയാം, നമ്മൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ്. പക്ഷെ കാരണം ഇതെന്തെന്നറിയോ, അവര് ഞാൻ പറഞ്ഞ കാരണം പറഞ്ഞത് എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ആ പെറ്റിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. മരുന്ന് പോലും വേറെ എക്സ്ട്രാ കൊടുക്കാൻ അവര് നിക്കണേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ കൊടുത്ത കാരണം ഇങ്ങനെ നിക്കണേന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു അത് പനിക്കണതുകൊണ്ടാണ് ഇത് ചെയ്യുന്ന. നമ്മൾ ഡോക്ടറെ ശരിക്കും നമ്മിക്കുകയാണ്. ഡോക്ടറിനെയോ അവിടുത്തെ ജൂനിയർ ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും കമ്പൗണ്ടർ കൂടെയുള്ള ഒരു കമ്പൗണ്ടർ ഉണ്ടായിരുന്നു ചേട്ടാ, അവരൊക്കെ വളരെ നന്നായിട്ട്. ഇവർക്കൊക്കെ പാൽപ്പായതിൽ ഒരു തുള്ളി വിഷം ഉണ്ടായി കഴിഞ്ഞാൽ മതി. അങ്ങനെ ഒരു വിഷമായിരുന്നു ഈ ചേട്ടൻ. പിന്നെ അത് മാത്രല്ല, ഈ പറയണ ഹോസ്പിറ്റലില് ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ കെട്ടിടണ്ടാക്കി ഇടുമ്പോ അതിലൊരു 10 ഡോക്ടർ 5 ഡോക്ടർ മിനിമെങ്കിലും വെക്കാൻ ശ്രമിക്കും. ഞങ്ങൾ മെയിൻ ആയിട്ട് വന്നത് തന്നെ അതിന് വേണ്ടിട്ടാ. കാരണം അങ്ങനെ ചെയ്യുമ്പോ തന്നെ ഇത് ഹോസ്പിറ്റലാണ്, നോട്ട് എ ക്ലിനിക്. അത് ദയവ് ചെയ്ത് ഈ പറഞ്ഞ ചേട്ടന് ക്ലിനിക്കിൽ ഉണ്ടാവും സാധാരണ ക്ലിനിക്കിൽ 2-3 ഡോക്ടർമാരും 3-4 നഴ്സുമാരും ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇത്രയും കോടികളും മുടക്കിയും എക്യുപ്മെന്റ്സും എല്ലാ സൗകര്യം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അത് പ്രവർത്തിക്കാൻ എല്ലാ സ്ഥലത്തും ഈ പാവം പിടിച്ച ഡോക്ടറെ കൊണ്ട് അവൈഷൻ മുഖേക്ക് അങ്ങോട്ട് ഓടിക്കൽ. അങ്ങേര് റോബോട്ടൊന്നല്ല, ഇങ്ങേര് ഒരാളുള്ളെങ്കിൽ പിന്നെ ഇങ്ങേര് ഒരു ക്ലിനിക്ക് ഇട്ടിരുന്നോട്ടെ, ഞങ്ങളെല്ലാവരും അങ്ങനെ പേഴ്സണലി കാശ് കൊടുത്തു പോയി കണ്ടോളാം. പിന്നെ ഇങ്ങനെ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ദയവ് ചെയ്ത് ആരോഗ്യമന്ത്രി അടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എന്താ പറയാ അധികാരികളെ, നിങ്ങൾ ദയവ് ചെയ്തൊന്ന് കണ്ണു തുറക്ക്. മിണ്ടാപ്രാണികള് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നതല്ലേ അവരെ. ഈ ചേട്ടന്റെ പോലെ പുച്ഛത്തോടെ ഈ മിണ്ടാപ്രാണികളുടെ അങ്ങനത്തെ അയാൾ തിന്നണ ചോറ് ഈ മിണ്ടാപ്രാണികളുടെ അടുത്ത് കാണാൻ വരുന്നവരെ ചികിത്സിക്കാനുള്ള ജോലി അയാൾക്ക് അവിടെ കൊടുത്തു നിർത്തിയിട്ടുണ്ടാകുന്ന ആള് മറക്കണ്ട. ഇങ്ങനത്തെ മിണ്ടാപ്രാണികളെ നോക്കണേ കുറച്ച് സ്നേഹവും കുറച്ച് മനസാക്ഷിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ജോലി ചെയ്തിട്ട്. അല്ലാണ്ട് മറ്റേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും PSC എഴുതിയിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും റെക്കമെൻഡേഷനും കയറി വന്നവരാവാൻ പാടില്ല. അങ്ങനെയുള്ളവരായിരിക്കും ഇതുപോലെ പെരുമാറുക. ആ ചേട്ടന്റെ പോലെ മാത്രം വേറെ ഒരാളോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. മാന്യമായിട്ട് വന്ന പോലീസുകാരനാണെങ്കിലും ശരി, ഡോക്ടർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓടി പാഞ്ഞു പോകുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, സാറ് പേടിക്കണ്ട, വേറെ വിഷയമില്ല, സാർ ഇവിടെ ഓടി നടക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്, സാറിന് കൂട്ടിന് വേറെ ഡോക്ടേഴ്സ് വേണം, സാറ് പോയിട്ട് നമ്മുടെ പേഷ്യൻസ് ഒക്കെ
ഒക്കെ ഒരുപാട് വലിയ സാറ് പോയിട്ട് വേമേ പാവട ആ സാറ് വേരെടുത്ത് ഒഴുകിയിട്ട് നിങ്ങൾ ഇങ്ങേര് നമ്മളെ ഭീഷണിപ്പെടും. ഇങ്ങേര് പേടിച്ചിട്ട് നിൽക്കണേന്ന് സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ കാണുന്നതാ. യൂട്യൂബേഴ്സാന്ന് അറിഞ്ഞപ്പോ തൊട്ട് ആള് മുകളിൽ വന്ന് നമ്മുടെ അടുത്ത് വന്ന് അങ്ങോട്ട് നീങ്ങി നമ്മൾ എന്നിട്ടുണ്ടെങ്കിൽ ഇതിലൊരു തീരുമാനം എങ്ങനെയൊക്കെ ഉണ്ടാക്കുക. ഈ പ്രാണികളെ കാണുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് കൊടുക്കുക. പ്രാണികളെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ പെറ്റ്സിനെ വളർത്തുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ സർക്കാർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ ഇതിന്റെ അടിയിലൊന്ന് പറയാ, കമന്റ് ചെയ്യാം. ഞങ്ങള് ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് ഞങ്ങള് ഫുഡ് മേടിക്കാനായിട്ട് പോയപ്പോ അവിടെ അവനും നമ്മളോട് പറഞ്ഞു അവനുണ്ടായ അനുഭവം. അതിനുശേഷം 5 or 4 പട്ടിക്കുട്ടികൾ മരിച്ചിട്ട് അവൻ പിന്നെ ജീവിതത്തിൽ അങ്ങനെ പോയിട്ടില്ല, ഗവൺമെന്റിലേക്ക് പോയിട്ടില്ല, പ്രൈവറ്റില് പിന്നെ പോവാൻ തുടങ്ങി എന്നാ പറഞ്ഞു. അത് ഇവിടെ പൈസ കൊടുത്തിട്ടാണെങ്കിലും പ്രൈവറ്റിൽ പോകാൻ നല്ലത് പറഞ്ഞ വീഡിയോ. ഇത് നമ്മളാണ് നമ്മളുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമുക്ക് വേണ്ടിയുള്ള ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ ആരും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല. ഇതുപോലത്തെ നിങ്ങൾക്ക് ആർക്കും ഈ ജോലി ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ നമ്മളെ പ്രോത്സാഹിപ്പിക്കേണ്ടത്, നമ്മളെ നല്ല രീതിക്ക് കൊണ്ടുപോകേണ്ടത്. അന്യനാടുകളിൽ ഞങ്ങൾ ദുബായിലും ബാംഗ്ലൂരൊക്കെ സെറ്റിലായി ജീവിച്ചതാ കുറെ കാലം. അവിടെയൊക്കെ മനുഷ്യരെക്കാളും വല്ല ജീവന് അവിടെ ഈ പെറ്റ്സിനാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് തന്നെ ദയവ് ഒരു സാധാരണക്കാരന്റെ സൈഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. പെറ്റ്സിനെ വളർത്തുന്നത് നമ്മളെ മക്കളെ പോലെയാണ്. ആ ഡോക്ടർ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഓടി ആള് പറയണേ എനിക്കൊന്നും വയ്യ, ഞാൻ ഇത് കഴിഞ്ഞ് വീട്ടിൽ അവിടെ എന്ത് ചെയ്യും, ഈ ഹോസ്പിറ്റൽ അടച്ചിടും, ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഒരു ഹോസ്പിറ്റലിലാ പറയുന്ന ഒരു ഡോക്ടറുള്ളൂ എന്ന് പറയണേ. പിന്നെ ജൂനിയർ ഡോക്ടറും അല്ലെങ്കിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡന്റ്. ഇത് ശരിക്കും നമ്മുടെ സാധാരണ മനുഷ്യന്മാരുടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി തല്ലി പൊളിക്കുക ആൾക്കാര്. അതുപോലെ തന്നെ ഈ പറയുന്ന അവശരായി കൊണ്ട ഒരാളെങ്കിലും ഉണ്ടല്ലോ. അയാള് പറയാ ഇതിന് ഒരു ഡോക്ടറെങ്കിലും ഒക്കെ ഇവിടെ ഇല്ലേ മൃഗങ്ങളെ നോക്കാൻ. എന്തോ അയാളുടെ എന്തിട്ട് ആള് വീഡിയോ എടുത്തു തുടങ്ങിയപ്പോ നമ്മളുടെ അടുത്തേക്ക് എതിരെ ഒരു സാധനം അടിക്കുന്നതാണ് നമ്മള് പറയുന്നത്. ആള് വന്നിട്ട് എന്റെ വീഡിയോ ഞാൻ പറഞ്ഞു ചേട്ടൻ വീഡിയോ എടുക്കണോ, എന്നാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം, അതൊന്നും പറയുന്നത് എടുക്കാൻ പറഞ്ഞപ്പോ ആള് ബാഗ് ഓഫ് ചെയ്തു. കാരണം ആള് പറഞ്ഞ കാര്യങ്ങളും നേരത്തെ ചോദിച്ച ചോദ്യങ്ങളും ഞാൻ ചോദിച്ച ആള് പെടും. പിന്നെ ഇത് എന്റെ മോന്ത കണ്ടിട്ട് എന്റെ മോന്ത ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാവരും കാണുന്നതാണ്. നിങ്ങളെ നമ്മൾക്ക് അറിയാം, നമ്മൾ അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യണം, അധികാരികളിലേക്ക് എത്തിക്കുക. നമുക്ക് ഇത്രേ ഉള്ളൂ. വേറെ ഒരു ഇവിടെ ആരും പേഴ്സണലി ഒന്നും വേണ്ട, ആരുടെ ജോലി കളയാനോ അല്ലെങ്കിൽ ആരുടെ ഒരു സ്ഥാപനങ്ങളിൽ താഴ്ത്താനോ ഒന്നിനുമില്ല. ഞങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ പ്രമോട്ട് ചെയ്യണവരാണ് കൂടുതൽ. കാരണം നമ്മൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ അത് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇടാന്ന് വെച്ചാ ലൈവ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കിടന്നിട്ടുള്ള എല്ലാ കലാപരിപാടി ഞാൻ അടുത്ത് തന്നെ. അപ്പൊ അത് കാരണമാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ അതിനൊന്നും നിൽക്കാൻ. അപ്പൊ നമ്മൾക്ക് ആകെ ഇത്ര ഉദ്ദേശമുള്ളൂ, ദയവ് ചെയ്ത് ഈ പറയുന്ന ഹോസ്പിറ്റലില് അധികാരികളൊന്ന് ചെക്ക് ചെയ്യുക, വിളിച്ചിട്ട് അവിടെ ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടോന്ന് നോക്കുക. അത് ആയിട്ട് അത് ചെയ്തേ പറ്റൂ. കാരണം വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്തിട്ടാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെന്ന് കരുതിയിട്ടാണ് ജനങ്ങൾ ഒരുപാട് അകലെയുന്ന അവശരായിട്ടുള്ള അവരുടെ പെറ്റ്സിനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ മോർണിംഗ് തൊട്ട് വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കണതും വെയിറ്റ് ചെയ്യണതും. അല്ലാതെ സ്കാനിങ് മെഷീൻ കേടായിട്ടോ സ്കാനിങ്ങിന് ഒരുപാട് ആൾക്കാരുണ്ടായിട്ടോ അല്ല, ആകെ 6 ആൾക്കാരുള്ളൂ. ഡോക്ടർ അവിടെ നിന്ന് ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതുകൊണ്ട് അവിടെ പെൻഡിങ് വരുന്നു. ആ സ്ഥലത്തുനിന്ന് പിന്നെ ഇങ്ങോട്ട് ഓടി വരുമ്പോ പിന്നെ അവിടെ പെൻഡിങ് വരുന്നു. അപ്പൊ ഈ ഹോസ്പിറ്റലിലെ ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സിനെ എത്തിക്കാൻ ചുണക്കുട്ടന്മാര് വെറ്റിനറി കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എത്തിക്കാനായിട്ട് ബഹുമാനപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുക. ഇത് അധികാരികളിലേക്ക് എത്തിക്കാൻ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് ഇനി ഒരു പെറ്റ്സിനും എനിക്ക് ശരിക്കും പറഞ്ഞ ആ പാപ്പി, അതുപോലെ അവൻ കൊണ്ടുവന്ന ഡോബർമാൻ, മറ്റേ ട്രൂഡി, അവർക്കൊക്കെ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് ഇവർക്ക് എന്താ പ്രശ്നം, അവരൊരു സോറി പറയും. അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയി പോയി. നിനക്ക് വേറൊരു കാര്യം കേൾക്കണം, അവിടുത്തെ ആ സാറില് എന്താണ് ഡയറക്ടറോ ആരങ്ങട് നമ്മൾ ഈ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ സമയത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഓടി വന്ന് എന്റെ പട്ടിയാന്ന് വെച്ചിട്ട് ആളാദ്യം സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ ആരുമല്ല, പക്ഷെ നമുക്കൊരു മാനസിക പരിഗണന വെച്ചിട്ട് നമുക്ക് ഒരു വിഷമാണ് ഇതിനെ ഒന്ന് കാണിച്ച് നോക്കാൻ പറഞ്ഞത്. അപ്പോഴും ആള് അതിനെ കൊണ്ടുപോയില്ല എത്ര നമ്പർ എന്നൊക്കെ ചോദിച്ചിട്ട് പറയാം ഇതിനെ ഇങ്ങോട്ട് റെഫർ ചെയ്താണോ അതേന്നവൻ പറഞ്ഞു. ഇന്നലെയോ ഇന്നോ കാണിക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ ആള് മറ്റുള്ളവരുടെ അവരുടെ കുറ്റങ്ങൾ തിരുത്താനല്ല നോക്കണം. ആള് പറയാ അപ്പൊ എന്തുകൊണ്ട് ഇന്നലെ കൊണ്ടുവരേണ്ട പട്ടിയല്ലേ, അപ്പൊ ഇത്രയും അവശത ഉണ്ടാവുമെന്ന്. എന്നാൽ ഇന്ന് കൊണ്ടിട്ട് ഇത്രയും അവശത ഇടാന്ന് നേരം വരെ നോക്കിക്കുകയാണ്. ഇത് പറഞ്ഞിട്ടും ആള് വേഗം ഒന്നൊന്ന് നോക്കൂന്ന് പോലും ഒരു നഴ്സിനോട് ഡോക്ടറോട് പറയണില്ല. എനിക്ക് അതൊക്കെ ഭയങ്കര വിഷമായി പോയി. 10 പൈസക്ക് ഉപകാരമില്ലാത്ത ആൾക്കാരെ പിടിച്ചിട്ട്
സീറ്റിലിരുത്തിക്കുക. അപ്പൊ അതിനൊക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ല ആൾക്കാരെ പെറ്റിനെ സ്നേഹിക്കുന്നവരെ കുറച്ച് എക്സ്പീരിയൻസ് നടത്തി കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് ഒക്കെ ഒന്ന് ഉഷാറാവും. നമ്മളെല്ലാവരും ഗവൺമെന്റിലേക്ക് തന്നെ വരും. എന്താ പറയാ, നമ്മളും ഗവൺമെന്റിനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, അത്രയൊക്കെ ഉള്ളു പറയാനായിട്ട്. പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങൾക്ക് ഇതിൽ തോന്നുന്ന കമന്റുകൾ, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. എന്താ പറയാ, നമ്മൾ പറയുന്നത് 100% ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് വേറെ ഒരു ഇഷ്യൂ കാര്യങ്ങളോ ഇല്ല. നല്ല മിടുക്കന്മാരായ കുറെ ഡോക്ടേഴ്സിനെ, ഇപ്പൊ ഈ സാറ് നല്ലൊരു മിടുക്കനായതുകൊണ്ടാണ് ഇത്രയും സെക്ഷനിൽ ഓടി നടന്ന് സാറെ ഹാറ്റ്സ് ഓഫ്. സാറിന്റെ പേര് നമ്മൾ പറയുന്നില്ല. അതുപോലത്തെ എല്ലാ സെക്ഷനുകളിലും ഡോക്ടേഴ്സിനെ വെക്കാൻ അധികാരികൾ ശ്രദ്ധിക്കുക, വിളിച്ച് ചോദിക്കുക, ചെക്ക് ചെയ്യുക, ജനങ്ങളായിട്ടുള്ള ഇന്ററാക്ഷൻ ചോദിക്കാം, എന്ത് വേണമെങ്കിൽ ആവാം. ഇനി അവിടെ ഡോക്ടേഴ്സിന് ക്ഷാമം ഉണ്ടാവാൻ പാടില്ല. ഇനി പറയാനുള്ളത്, ചിലപ്പോൾ ഡോക്ടർമാര് മനുഷ്യന്മാരാണ്. അവർക്ക് ഫാമിലി പ്രശ്നങ്ങളോ ഹെൽത്ത് പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ലീവ് എടുക്കണം അല്ലെ? അപ്പൊ അങ്ങനെ ലീവ് എടുക്കുമ്പോ പകരം അവിടേക്ക് മറ്റൊരു ഡോക്ടറെ ആ സമയത്തേക്ക് എത്തിക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം 2-3 ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോ മിക്ക സമയത്ത് അങ്ങനത്തെ ഡോക്ടേഴ്സ് ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളതൊന്നും അപ്പൊ എന്നിട്ടാ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, കാരണം ഇത്ര അധികം മൃഗങ്ങൾ, പല മൃഗങ്ങളും അവശരായിട്ടും എന്താണ് അസുഖം, ഭക്ഷണം എടുക്കുന്നില്ല കുറെ നാളായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്നറിയാനുള്ള ഒരു വ്യഗ്രതയാകുമ്പോ, എന്താണെന്നറിയണേ സ്കാൻ ചെയ്തിട്ട് അറിയണതിന് മുന്നേ പോയി കഴിഞ്ഞാൽ അതിന് മുന്നേ എമർജൻസി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതൊക്കെ ഒന്ന് തൊട്ട് തലോടിയൊക്കെ നോക്കി അത്യാവശ്യം പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ നടത്താൻ ഉഷാറിൽ കുറച്ച് സമയമൊക്കെ പിടിച്ച് നിർത്താൻ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി നമ്മൾ ഇന്ന് സംസാരിച്ചത്, അവിടെ ഹോസ്പിറ്റലിൽ സംസാരിച്ചതും ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നിങ്ങൾ കട്ടയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നറിയാം. പിന്നെ നമ്മുടെ ഇന്നത്തെ ഹോസ്പിറ്റലിലെ സാറിനും അവിടുത്തെ നല്ല നഴ്സുമാർക്കും അറ്റൻഡർമാർക്കൊക്കെ നല്ലത്. ഈ ചേട്ടന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ആളെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക, കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും. ഇതിലൊക്കെ ഒരു നല്ലൊരു മാറ്റങ്ങൾ വരുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണും വരേക്കും ബൈ.